കരുമ്പിലാക്കൽ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പരിപാടി തത്സമയം ലോകം മുഴുവൻ സംപ്രേക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഗോള ഗ്രാമത്തിലെ ആദർശജാലകം കേരള ഇസ്ലാഹി ക്ലാസ് റൂം, തത്സമയ ജുമുഅ ഖുതുബകൾ, വനിതാവേദി, ഓൺലൈൻ ചർച്ചകൾ, സംവാദം, തത്സമയ ചോദ്യോത്തര പരിപാടികൾ, ഓൺലൈൻ ഖുർആൻ ലേണിംഗ് സ്കൂൾ, ഓൺലൈൻ സർഗമേള തുടങ്ങി ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്ന് അവനവന്റെ സൗകര്യമനുസരിച്ച് പഠിക്കുവാൻ ഇസ്ലാഹി ക്ലാസ് റൂം. കൂടുതൽ വിവരങ്ങൾക്ക് www.islahiclassroom.com. ഒരറിയിപ്പ്: നാളെ സലാഹുദ്ദീൻ മദനി വാഴക്കാട്ട് പ്രസംഗിക്കുന്നു. സൗകര്യപ്പെടുന്ന സഹപ്രവർത്തകർ ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്നപേക്ഷിക്കുന്നു. അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സഹപ്രവർത്തകരെ, ഈ പ്രോഗ്രാം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ദൗത്യ നിർവഹണത്തിലെ അതിപ്രധാനമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ഉത്ഭവത്തോടുകൂടി കേരളക്കരയിൽ സംഘടിതമായി പ്രവർത്തനമാരംഭിച്ച ഈ പ്രസ്ഥാനം KM മൗലവിയും EK മൗലവിയും MCC സഹോദരന്മാരും NB അബ്ദുസ്സലാം മൗലവിയും A അലവി മൗലവിയും P സെയ്ദ് മൗലവിയും ജമാലുദ്ദീൻ മൗലവിയും പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയും അവിടുന്ന് കൊണ്ട് തുടങ്ങി KP മുഹമ്മദ് മൗലവി വരെയുള്ള പ്രമുഖരായ പണ്ഡിതന്മാരുടെ, നേതാക്കന്മാരുടെ, ത്യാഗിവര്യന്മാരായ മുൻഗാമികളുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്നു കേരളക്കരയിൽ തലയുയർത്തി നിൽക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും പേരുപോലും പ്രസ്ഥാനത്തിന്റെ പേരിൽ ഉച്ചരിക്കുവാൻ അർഹതയില്ലാത്ത വിധം പ്രസ്ഥാനത്തിന്റെ പേര് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ പ്രവർത്തകന്മാർ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ ഒരു ഗുണം ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലെ ആവറേജ് ബുദ്ധിയുള്ളവരാണ് ഇതിനകത്തുള്ളവർ എന്നാണ്. പക്ഷെ ആ പറഞ്ഞ മഹാപണ്ഡിതന് വരെ അതുണ്ടെന്ന് തെളിയിക്കുവാൻ സാധിക്കാത്ത വിധം തങ്ങളുടെ കൂടെയുള്ള ആളുകൾ അന്ധകാരങ്ങളിൽ നിന്ന് അന്ധകാരങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിൽ നിന്ന് അനാചാരങ്ങളിലേക്ക് നേർക്കുനേരെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കഴിഞ്ഞ 8-10 കൊല്ലമായി കേരളത്തിലെ മുജാഹിദുകളും ഇതര മുസ്ലിം സംഘടനകളും നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2006 മുതൽ ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽ സജീവമായി പെടുത്തിയവരാണ് നമ്മൾ ചെയ്ത തെറ്റും അതാണ്. 2 ദിവസം മുമ്പ് എടവണ്ണയിൽ വെച്ച് ബഹുമാന്യ സുഹൃത്ത് സക്കരിയ സുലാഹി നടത്തിയിരിക്കുന്ന പ്രഭാഷണത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അബ്ദുറഹിമാൻ സലഫിയോടും ഹനീഫ് കായക്കൊടിയോടും അനസ് മുസ്ലിയാരോടുമാണ്. നിങ്ങൾ അലിമദനിയെയും കരുമ്പുലാക്കലിനെയും കണ്ട് ആദ്യം മാപ്പ് പറയണം. കാരണം ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടുന്നത്, സഹായ അർത്ഥന നടന്നത്
ഷിർക്കാണ് എന്ന് കേരളക്കരയിൽ ഇത്രകാലം പറഞ്ഞു നടന്നത് അവരാണ്. ഇതുവരെയും അവർക്കെതിരിൽ സംസാരിച്ച് അവർക്ക് ആദർശ വ്യതിയാനമുണ്ട് എന്ന് ആരോപിച്ച് അവർക്ക് നേരെ സമയം ചെലവഴിച്ചിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ജിന്നും മലക്കുമൊക്കെ ഷിർക്കിന്റെ പട്ടികയിലേക്ക് ചേർത്ത് വെക്കുമ്പോ ഈ ആളുകളോടും അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോടും മാപ്പ് പറയണമെന്ന് പറയുന്നത് സാക്ഷാൽ സക്കരിയ സുലാഹിയാണ്. മാത്രമല്ല അബ്ദുറഹിമാൻ സലഫിയൊക്കെ ആരാണ് എന്നും അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്താണ് എന്നും ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ ഞങ്ങളൊക്കെ പണ്ട് ചില സന്ദർഭത്തിലൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുമ്പോ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ പോലും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ദാക്ഷിണ്യം കാണിക്കാൻ കൂടെ കിടന്ന രാപ്പനി കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല. അവിടേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ള സുഖം ആര് എന്തു വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും അതിന്റെ മർമ്മം കൃത്യമായ ബോധ്യമുണ്ടാകും. അതുകൊണ്ട് പ്രതികരിക്കാൻ പ്രയാസപ്പെടില്ല. ഇന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു സുന്നി സുഹൃത്ത് വിളിച്ചു ചോദിച്ചൊരു ചോദ്യം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാകുമോ എന്നാണ് ഒരു പുതിയ ചോദ്യം. ചോദ്യം കിട്ടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു, അത് പ്രവാചകരോട് നേരിട്ട് ചോദിച്ചാൽ മതിയല്ലോ ശിർക്കാകുമോ അല്ലേ എന്നുള്ളത്. കാരണം പ്രവാചക തിരുമേനി ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് ആര് എപ്പോൾ വിളിച്ചാലും കേട്ട് ഉത്തരം ചെയ്യുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന താങ്കൾക്കും താങ്കളുടെ ആളുകൾക്കും ഈ ചോദ്യം അവിടെ നേരിട്ട് ചോദിച്ചാൽ ഉത്തരം കിട്ടുമല്ലോ. പിന്നെന്തിനാ നമ്മളെ വെറുതെ ഇടങ്ങാറാക്കുന്നത്? അയാൾ ഫോൺ വെച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തോട് ഈ തരത്തിലുള്ള, ഇത് എന്റെ മാത്രം വിഷയമല്ല, ഒരു സാധാരണ പ്രവർത്തകനോട്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു സാധാരണ പ്രവർത്തകനോട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അവർക്ക് പ്രതികരിക്കാൻ കഴിയും. അവർക്ക് പ്രതികരിക്കാൻ കഴിയും. കാരണം അതാണ് ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത്, ആവറേജ് ബുദ്ധിയുള്ളവരാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അവിടെ നിന്ന് കാര്യങ്ങൾ വിട്ടുപോയപ്പോഴാ എ പി തന്നെ സാധാരണ പറഞ്ഞു വരാറുള്ള ഒരു കഥയുണ്ട്. ആ കഥയാണ് ഈ സമീപകാലത്തെ ചില സംഭവവികാസങ്ങളിൽ എനിക്ക് ഓർമ്മ വരുന്നത്. എന്താ, ഒരു ആജിയാര് വീട്ടിന്റെ മുറ്റത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അപ്പുറത്ത് കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട്. പ്ലാവിന്റെ ചോട്ടിലാ കളിക്കുന്നത്, നല്ല ചക്ക ഉണ്ടതിന് മുകളിൽ. അപ്പൊ ഇയാൾ പറഞ്ഞു, മക്കളെ അവിടെ കളിക്കണ്ട, ചക്ക വീഴും. കുട്ടികൾ ഇങ്ങോട്ട് പോന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവിടെ ഒരു ചക്ക വീണു. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ തോന്നി, ഞാൻ പറഞ്ഞിട്ടാണ് ഈ ചക്ക വീണത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണല്ലോ. അതങ്ങ് കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഇതേപോലെ ഇയാളിങ്ങനെ പുറത്തിറങ്ങി കുട്ടികളുടെ കാട്ടിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മക്കളെ അവിടെ കളിക്കണ്ട, പാമ്പുണ്ടാവും. കുട്ടികളും കൂടെ പോന്നു. കുറച്ചു കഴിഞ്ഞ് അവിടെ നല്ലൊരു കരിമുറുക്കനെ കണ്ടു. അപ്പൊ ഇയാൾക്ക് ഉറപ്പായി, ഞാൻ പറഞ്ഞ കോലത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇയാള് മുറ്റത്ത് ഒരു ചാരികസേര ഇങ്ങനെ വിരിച്ചിട്ട് അതിനുമേ നല്ല ചാരി കിടന്ന് കണ്ണ് മുറുക്കി അടച്ചിട്ടൊരു വിചാരമാണ്. എന്താ വിചാരം? ഞാൻ ഈ കണ്ണിങ്ങ് തുറക്കുമ്പോ ഈ മുറ്റത്തുള്ള മണൽത്തരികൾ മുഴുവനും സ്വർണമായി മാറിയിട്ടുണ്ടാകും. അങ്ങനെയാള് മലർന്ന് കടന്ന് കണ്ണടച്ച് കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നു. അത്ഭുതം, ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതാണ്ട് ആ കോലത്തിലപ്പ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ ടീമുമായി കുറച്ചുകാലം സക്കരിയ സുലാഹിയുമായി, കുറച്ചുകാലം അനീഫയുമായി, അനസ് മുസ്ലിയാരുമായൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറെ സംവാദങ്ങളും സംവാദ വ്യവസ്ഥകളുമൊക്കെയായി ചുറ്റിത്തിരിഞ്ഞ് നടന്നിരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ആ ഒതുക്കുങ്ങളിൽ ഒതുങ്ങേണ്ട ആളുകൾ, അവരെ കേരളക്കരയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള അവസരം കൊടുത്തവരാണ്. അവരോട് എല്ലാ സംവാദങ്ങളിലും എല്ലാ ചർച്ചകളിലും ഇവർ ഈ ജിന്നും സിഹിറും വെച്ച് കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം പറയുവാൻ കഴിയാതെ അവരിങ്ങനെ പൊളഞ്ഞതാണ്. അപ്പോ അവർക്ക് തോന്നി, ഇതൊക്കെ നമ്മളെ കഴിവുകൊണ്ടാണ്, നമ്മൾ വിചാരിച്ച കോലത്തിലെ കാര്യങ്ങൾ പോകുള്ളൂ, ആരോട് സംവാദം നടത്തിയാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നൊക്കെ തോന്നിയിരിക്കുന്ന സാധുക്കളാണ് യഥാർത്ഥ മുജാഹിദുകളുമായി സംവാദം നടത്തുവാൻ കഴിഞ്ഞ ഞായറാഴ്ച കോടമ്പുഴയിൽ വന്നത്. അവിടെ കടപുഴകി വീണത് നേർക്ക് നേരെ ലോകം മുഴുവനും ശ്വാസം വലിച്ചു കണ്ടുനിന്നു. എന്താ കാരണം? അവിടെ ചോദിച്ച അതേ ചോദ്യം ഇവിടെ ചോദിച്ചു, പക്ഷെ ആകണില്ല. എത്ര ചോദിച്ചിട്ട് ഏൽക്കണില്ല. ജിന്നിനോട് വിളിച്ചു തേടിയാൽ, മലക്കിനോട് വിളിച്ചു തേടിയാൽ ഷിർക്കാണോ അല്ലേ? ചെറിയ മണ്ണം മുശ്രിക്കാണോ
അലൈഹി മൗലവി മുശ്രിക്കാണോ, അമാനി മൗലവി മുശ്രിക്കാണോ, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ മുശ്രിക്കുകളാണോ തുടങ്ങിയിരിക്കുന്ന ആവർത്തിച്ച് ഇങ്ങനെ 4-5 പ്രാവശ്യം ചോദിച്ചു നോക്കി. നമ്മൾ അവസാനം പറഞ്ഞു, മുശ്രിക്കിനെ കാണാൻ അത്ര വലിയ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ണാടി എടുത്ത് നോക്കുന്നു. 1-ാം നമ്പർ മുശ്രിക്കുകൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. അത് കൃത്യമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ സാധാരണ സംവാദം കഴിഞ്ഞാൽ സദസ്സിന്റെ കാര്യം വന്ന് മൊയ്ലിയന്മാരെ എടുത്താണ് കൊണ്ടുപോല. ഞമ്മക്ക് അന്നൊക്കെ തോന്നിയിരുന്നത് മയ്യത്തായിട്ടുണ്ടോന്ന്. പക്ഷെ ഇപ്പൊ അത് മയ്യത്തായത് ശരിക്ക് കണ്ടു. എന്താ, ഒരനക്കൂല്ല. സംവാദം കഴിഞ്ഞു നോക്കുമ്പോ സദസ്സിനും അനക്കല്ല, മൗലിയന്മാർക്കും അനക്കല്ല. കുറച്ചാൾക്കാരെ നിസ്കരിക്കാൻ നിന്നു, നിസ്കരിച്ചിട്ട് തീരണില്ല. തറാവി ഒന്നല്ലല്ലോ, ഒരു നിസ്കരിക്കാൻ എത്ര നേരം വേണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തർ പോണ വഴി കാണുന്നില്ല. എന്തേ സംഭവിച്ചത്? തക്ബീറിന് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഒരു വൻ പടയുണ്ടായിട്ട് തക്ബീർ മുടങ്ങണില്ല. കൂക്കി വിളിക്കുവാനും കൈകൊട്ടുവാനും ആർത്തട്ടഹസിക്കുവാനും മാത്രം പഠിച്ചിരിക്കുന്ന ആളുകൾ തക്ബീറിലേക്ക് തിരിച്ചു വരുന്നത് ഒരു ഘട്ടത്തിൽ നല്ലതാണ് എങ്കിലും അത് അവർക്ക് തന്നെ അബദ്ധമായി മാറുന്നത് നേർക്കുനേരെ കാണുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തോടാണ് നിങ്ങൾ സംവാദം നടത്താൻ വന്നത്, നവയാഥാസ്ഥികരോടല്ല. നവയാഥാസ്ഥികരോട് സംവാദം നടത്തുമ്പോ നിങ്ങൾക്ക് പല വാദഗതികളും ഉന്നയിക്കാൻ കഴിയും. എന്താ കാരണം? നിങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടിയാൽ ശിർക്കല്ലെന്ന് വിശ്വസിക്കുന്നു. അവർ മലക്കിനോടും ജിന്നിനോടും വിളിച്ചു തേടിയാൽ ശിർക്കല്ലെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് വിജനമായ സ്ഥലത്താണ്, ഒന്ന് ജനങ്ങളിലോടത്താണ്. എത്ര വ്യത്യാസമുള്ളൂ? അത്രയേ ഉള്ളൂ. ഞങ്ങൾ ആ സംവാദത്തിൽ വിളിച്ചു, നിങ്ങൾ ആ വിജന പ്രദേശത്ത് ഇങ്ങോട്ട് പോകുന്നേക്ക്, മനുഷ്യന്മാരിലോടത്തേക്ക് പോരി, നമുക്ക് സംസാരിക്കാൻ. മാത്രമല്ല, എന്തിനാ അവർ ഈ വിഷയം ചർച്ച ചെയ്തത്? എന്താണോ സംവാദത്തിന് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന വിഷയം അതല്ലാത്തത് മാത്രമേ ചർച്ച ചെയ്യുന്നു തീരുമാനിച്ചാ പോകുന്നത്. എന്ന് പറഞ്ഞാൽ കൊടുത്ത വിഷയമല്ലെങ്കിൽ സംസാരിക്കുവാൻ പ്രസംഗിക്കുവാനും ഭയങ്കര ഉഷാറാ. കൊടുത്ത വിഷയത്തിന് മാത്രം നടക്കൂല. നമ്മൾ പണ്ട് പറയില്ല, തെങ്ങുമ കെട്ടിയ ഉപന്യാസം, പശുവിനെ പറ്റി ഉപന്യസിക്കാനാണ് ചോദ്യം കൊടുത്തത്. പശുവിനെ കുറിച്ച് ഇങ്ങനെ നോക്കി, എന്താ പശുവിന് 4 കാലുണ്ട്, ഒരു വാലുണ്ട്, 2 കൊമ്പുണ്ട്, പിന്നെ മൂക്കും തൊള്ളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി എഴുതിയിട്ട് 4 വരെയായിട്ടുള്ളൂ. ഒരു പേജ് തീർക്കണ്ടേ? പിന്നെങ്ങനെ നോക്കി, പശു എവിടെ ഇങ്ങനെ നോക്കുമ്പോ കഴുത്തിൽ കയറുണ്ട്. ആ കയറിങ്ങനെ പോയിട്ട് അവിടെ തെങ്ങുമല കെട്ടിയുള്ളത് ഉപരേന് മോൾക്ക് നോക്കി, തിരക്കില്ല. ഇതുമേലെ ഓലുണ്ട്, തേങ്ങുണ്ട്, കാമ്പുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ തെങ്ങിനെ പറ്റിയ ഉപന്യാസം എന്ന പോലെ ഇസ്തിഗാസയെ കുറിച്ച് സംവാദത്തിനൊരുങ്ങിയിട്ട് അതിന് വ്യവസ്ഥ എഴുതിയിട്ട് വാദം എഴുതിയിട്ട് ആ വിഷയത്തിൽ ഞങ്ങൾ ചോദിച്ചിരിക്കുന്ന 4 ചോദ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ സാധിക്കാത്ത ആളുകൾ, ആ ചോദ്യങ്ങളുടെ മുമ്പിൽ കൃത്യമായി ഉത്തരം പറയുവാൻ ഒന്ന് ഞെളിഞ്ഞു നിൽക്കുവാൻ പോലും സാധിക്കാത്ത ആളുകൾ, വിഷയത്തിൽ നിന്ന് എങ്ങനെയൊക്കെ തെന്നി മാറി കൊണ്ടുപോകാൻ കഴിയുമോ അതിന് പഠിച്ച അടവ് 18 പയറ്റി നോക്കി. ഞങ്ങൾ ഉറച്ചുന്ന തന്നെയാണ്. എന്താ കാരണം? എഴുതിയ വിഷയത്തിൽ വാദപ്രതിവാദം നടക്കട്ടെ, എഴുതാത്ത വിഷയം പിന്നെ നടത്താം. അത് ഞങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെയാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ നവയാഥാസ്ഥികരെ വെല്ലുവിളിക്കുന്നു, യാഥാസ്ഥികരെയും വെല്ലുവിളിക്കുന്നു. മലക്കുകളെയും ജിന്നുകളെയും വിളിച്ചു പ്രാർത്ഥിക്കലും അവരോട് സഹായം തേടും ശിർക്ക് തന്നെ, ഒരു സംശയമില്ലല്ലോ. ഞങ്ങൾ അവിടെ പറഞ്ഞ പോലെ തന്നെ രോമം വെച്ച ശിർക്കാം. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുന്നതും ജീവിച്ചിരിക്കുന്ന ജിന്നുകളോടും മലക്കുകളോടും വിളിച്ചു തേടുന്നതും ഒരുപോലെ ശിർക്കാണ്. വിശുദ്ധ ഖുർആനിലെ ദശക്കണക്കിന് ആയത്തുകൾക്ക് വ്യാഖ്യാനം നൽകിയിരിക്കുന്ന മുഫസ്സിറുകൾ അവിടെ എഴുതി വെച്ച കാര്യം അത്. ഒന്നാമത് ഏതെന്ന് മലക്ക, രണ്ടാമത് ജിന്ന, മൂന്നാമത് പ്രവാചകന്മാരാ, നാലാമത് ഔലിയാക്കന്മാരാ, പിന്നെ ആ മരവും കല്ലൊക്കെ ഉള്ളത്. ഇത് കൃത്യമായി 1 നൂറ്റാണ്ട് കാലമായി കേരളക്കരയിൽ ആ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആയത്തുകൾ പഠിപ്പിച്ചിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ കുറച്ചാളുകൾ രംഗത്ത് വന്ന് അതിൽ നിന്നൊരു ടീമിനെ മാറ്റിവെച്ചു. മരിച്ചുപോയവരെ വിളിച്ചു തേടിയാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ, എന്നാൽ ജീവിച്ചിരിക്കുന്ന ജിന്നിനോടും മലക്കിനോടും തേടിയാൽ ശിർക്കാവുകയില്ല എന്ന് ഒരു 5-8 കൊല്ലം പറഞ്ഞു നടന്നു. അതിന് കിട്ടാനുള്ള കിട്ടി ശരിക്കും ഓരോ സ്ഥലത്തുനിന്നും. ഇപ്പൊ അല്ലെങ്കിൽ എന്താ, പാടത്ത് പണി വരമ്പത്ത് കൂലി, അതപ്പോ അവസ്ഥ. മുമ്പ് അവിടെ നിന്ന് കയറണം, കൈകാലൊക്കെ ഒന്ന് കഴുകി ഒന്ന് തുടച്ച് വൃത്തിയാക്കി പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് പൊരന്റെ മുറ്റത്ത് വരെയെങ്കിലും വരണം കൂലിട്ടാൻ. അപ്പൊ അതിന് ആവശ്യമില്ല, വരമ്പത്ത് തന്നെ കിട്ടും. ആ കോലത്തേക്ക് കാര്യങ്ങൾ അത് അങ്ങനെ പോയതുകൊണ്ട് നവയാഥാസ്ഥികരും യാഥാസ്ഥികരും തമ്മിൽ കൈകോർത്ത് പിടിച്ച് നടത്തിയിരിക്കുന്ന കുറെ സംവാദങ്ങൾ അത് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആഘോഷിച്ചത്? മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും
ഇല്ലാത്ത ആദർശ വ്യതിയാനം ആരോപിച്ച് ഈ പ്രസ്ഥാനത്തെ തകർക്കുവാൻ ശ്രമിച്ചിരിക്കുന്ന ആളുകൾക്ക് നേർക്ക് നേരെ സംഭവിച്ചിരിക്കുന്ന ആദർശരാഹിത്യം അത് ഞങ്ങൾ ആസ്വദിക്കാതിരിക്കോ, അനുഭവിക്കാതിരിക്കോ, ഞങ്ങൾ ആഘോഷിക്കാതിരിക്കോ? അല്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കോഴിക്കോട് പരിപാടി വെച്ചു, ടാഗോർ സെന്റിനറി ഹാളിൽ. ആളുകൾക്ക് അകത്തും പുറത്തും ഇരിക്കാൻ സ്ഥലമില്ല. ഇവിടെയും ഏതാണ്ട് അവസ്ഥ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 30 ദിവസം നിറച്ചു നോൻപ് വെച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ ഇറങ്ങി പോയിട്ടുണ്ട്. ഈദ്ഗാഹിലേക്കൊക്കെ വരുന്ന മാതിരി അത് ആൾക്കാരവസ്ഥ. ആ ഒരു സന്തോഷത്തിൽ ആൾക്കാരുള്ളത്. എന്താ പറ്റിയത്? കുറച്ചു കാലം നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും കൊണ്ടുപോയി. അതുവഴി നിങ്ങൾ ആദർശരാഹിത്യത്തിന്റെ പടുകുഴിയിലേക്ക് ഒരു വിഭാഗത്തെ തള്ളി. ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോന്നും 100% സത്യമായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു എന്ന് തിരിച്ചറിയുകയും ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായ കോപ്പുകൾ ഉണ്ടായിരുന്നില്ല, വലിയ വലിയ സിമന്റ് കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നില്ല, അത്യന്താധുനിക സൗകര്യങ്ങൾ നിങ്ങളെപ്പോലെ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഒന്നുണ്ടായി, പടച്ച റബ്ബിന്റെ സഹായമുണ്ടായി. അതുണ്ടെങ്കിലോ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗബാധിതനായി അങ്ങേയറ്റം പ്രയാസപ്പെടുമ്പോ കൂട്ടുകാരില്ല, കുടുംബങ്ങളില്ല, സമ്പത്തില്ല, സൗകര്യങ്ങളില്ല, ആരുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താ? വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർർ വഅൻത അർഹമുർ റഹീമീൻ. പടച്ചോനെ, നീ അങ്ങേ അറ്റത്തെ കാരുണ്യവാനാണല്ലോ. അതൊരു വിശ്വാസമാണ്, അതൊരു ആദർശമാണ്, അത് മനസ്സിന്റെ പക്വതയാണ്. എന്താ? ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും സഹായിക്കാനുണ്ടായാലും, ഈ ലോകത്തിന്റെ മുഴുവൻ സമ്പത്തും തനിക്ക് അനുകൂലമായി ഒഴുകിയാലും, എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും ഉണ്ടായാലും പടച്ചവന്റെ സഹായമില്ലെങ്കിൽ, അവന്റെ കാരുണ്യമില്ലെങ്കിൽ, അവന്റെ കൃപയും വാത്സല്യവും ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. മറിച്ചാണെങ്കിലോ ആരും സഹായിക്കാനില്ല, ഒന്നും കയ്യിലില്ല, പക്ഷെ പടച്ചവന്റെ കാരുണ്യമുണ്ട്, അവന്റെ സഹായമുണ്ട്, അതും മതി. അതാ ഞങ്ങൾ മുറുകെ പിടിച്ചത്. ഞങ്ങൾ പടച്ച റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഈ ആദർശ പ്രബോധന രംഗത്ത് ശക്തമായി നിലകൊണ്ടപ്പോ ഞങ്ങൾക്ക് അവന്റെ സഹായം കിട്ടി. ഇനിയും അതേ ആദർശത്തിൽ നിലയുറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോ ആ സഹായം കിട്ടുമെന്ന് വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കത് കിട്ടാതെ പോയി. എല്ലാ സൗകര്യമില്ലേ? സമ്പത്തുണ്ട്, അധികാരമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, പിന്നെ കൊട്ടക്കണക്കിന് ആളുണ്ട്. ഇപ്പത്തെ അവസ്ഥ എന്താ? ഇപ്പൊ ഒരു സമ്മേളനം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് കോഴിക്കോട് നഗരത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 6ാമത് സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചപ്പോ എഡിറ്റോറിയൽ എഴുതിവര് എന്താ എഡിറ്റോറിയല്? ആളില്ലാത്തത് കൊണ്ടാണ് കോഴിക്കോട്ട് സമ്മേളനം വെച്ചത്. കോഴിക്കോട്ട് വെച്ചാൽ അത് മലബാർ ആയതുകൊണ്ടും മുസ്ലിം ബഹുജന പ്രദേശമായതുകൊണ്ടും ആരെങ്കിലൊക്കെ വന്ന് കുറെ സുന്നികളും ജമാഅത്താരൊക്കെ വന്നിട്ട് സമ്മേളനം വിജയിപ്പിച്ചു തന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട് സമ്മേളനം വെച്ചത് എന്ന് 10 കൊല്ലം മുമ്പ് എഡിറ്റോറിയൽ ചെയ്തിരിക്കുന്ന ആളുകൾ ഇപ്പോഴിതാ അതേ കോഴിക്കോട് നഗരത്തിൽ സമ്മേളനം വെച്ചിരിക്കുന്നു. 10 കൊല്ലം കൊണ്ട് വളരുകയാണോ തളരുകയാണോ? പിന്നെ എന്താ പ്രതീക്ഷ വേറൊന്നല്ല. കഴിഞ്ഞ 10 കൊല്ലം പോസ്റ്റർ ഒട്ടിച്ചതാരാ? തമിഴ്നാട്ടിൽ നിന്ന് വന്നവര്. പോസ്റ്റർ ഒട്ടിക്കാൻ ഞങ്ങളുടെ 1-2 ബാനർ പൊട്ടിച്ചപ്പോ നമ്മുടെ കുട്ടികൾ പിടിച്ചപ്പോഴാണ് മനസ്സിലായത് അണ്ണാശികളാന്നുള്ളത്. മനസ്സിലായില്ലേ? ഭാഷ കേട്ട മനസ്സിലാവുമല്ലോ. മാത്രമല്ല വെറുതെ വിട്ടപ്പോഴോ നന്ദി എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. ആ ടീം അവരാണ് 10 കൊല്ലം പണം കൊടുത്ത് കൂലി കൊടുത്ത് മരത്തിക്കയറി പോസ്റ്റർ ഒട്ടിക്കാനും അതുപോലെ ബാനർ കെട്ടാനും ഉപയോഗപ്പെടുത്തിയത്. ഇപ്പത്തെ പ്രതീക്ഷ എന്താ? ബംഗാളികളും ആസാമികളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? 4 ദിവസത്തെ കൂലി എടുത്താൽ സമ്മേളനം വിജയിക്കും. അവിടേക്ക് കാര്യങ്ങൾ പോവാ. എന്റെ കാരണം മുജാഹിദ് പ്രവർത്തകന്മാരെ, മുജാഹിദ് വിശ്വാസികളെ, മുജാഹിദ് ബഹുജനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുവാൻ പോലും കഴിയാത്ത വിധം ഇല്ലേ? കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് നിങ്ങൾ നടത്തിയ സമ്മേളനം ചങ്ങരംകുളത്താണ്. അന്ന് നടത്താൻ തീരുമാനിച്ച കൊല്ലത്തുകാരോടൊന്ന് പറഞ്ഞു, തൽക്കാലം ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് ചങ്ങരംകുളത്തേക്ക്. എന്നാൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ എന്തായാലും കൊല്ലത്തേക്ക് വരും. കൊല്ലം പോയിട്ട് 6 മാസം തികയുന്ന പരിപാടിയില്ല. അവിടേക്കാ കാര്യങ്ങൾ പോയത്. എന്തേ സംഭവിച്ചത്? എന്താ എവിടെ അപകടം പറ്റിയത്? ഞാൻ കൃത്യമായി പറഞ്ഞത്, പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടാവണം, വേറൊന്നും കാര്യമില്ല. അധികാരമുണ്ട് നമ്രൂദിന്, അധികാരമുണ്ട് ഫിറഔന്, സാമ്പത്തിക ശേഷിയും സൗകര്യങ്ങളും ആൾബലവുമുണ്ട്. പക്ഷേ അള്ളാന്റെ സഹായം ഉണ്ടായില്ല.
ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോ നമ്രൂദ് തലകുത്തനെ നിന്ന് മരിക്കുന്ന അവസ്ഥ ഉണ്ടായത്. അതാണ് കാര്യം. എങ്കിൽ ഈ അഹങ്കാരത്തിന്റെ മുൾക്കിരീടം തലയിൽ ചൂടി നടക്കുന്ന ആളുകൾക്ക് പടച്ചവന്റെ സഹായമില്ല. വിനയത്തിന്റെ വിവേകത്തിന്റെ പാതയിൽ വിശ്വാസപരമായി അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോ മുജാഹിദുകൾക്ക് അല്ലാഹുവിന്റെ സഹായമുണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റുന്നത്. നമ്മള് നവോത്ഥാനത്തിന്റെ സംഘടനാപരമായിരിക്കുന്ന 90 വർഷം പൂർത്തിയാക്കുമ്പോ സ്വന്തം വകയായിട്ട് 10 കൊല്ലം കൂടി കൂട്ടിയിട്ട് 1 നൂറ്റാണ്ട് ആഘോഷിക്കുന്ന ആളുകൾ അലിമദിനെ സൂചിപ്പിച്ചല്ലോ. നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ടല്ല, നവോത്ഥാനത്തിന്റെ അടിയന്തരമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് വസ്തുത. അവിടേക്ക് എത്തി കാര്യങ്ങൾ എന്താ? 80 കൊല്ലം വരെയുള്ള ചരിത്രം രണ്ടു കൂട്ടർക്ക് ഒന്നാ പറയാനുള്ളത്. എന്നാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള പിന്നത്തെ 10 കൊല്ലമോ പഴയ 80 കൊല്ലത്തെ ചരിത്രം കുഴിച്ചു മൂടുന്നതാണ്. ആദർശം കുഴിച്ചു മൂടുന്ന, പ്രമാണങ്ങൾ കുഴിച്ചു മൂടുന്ന അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണെന്ത്? ഏറ്റവും നല്ല ഉദാഹരണം ഈ ഇടക്കാലത്ത് ഒരു സാധനം തുടങ്ങിയല്ലോ, എല്ലാത്തിനും പാര തുടങ്ങിയതാ. നമ്മളിങ്ങനെ ഖുർആൻ ലേണിംഗ് സ്കൂളിലേക്ക് പോകുമ്പോ പോരാ, ഒരു സാധനം കൂടി ഇടക്ക് കയറി. എന്താണ്? QHLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. നമ്മളിങ്ങനെ നോക്കി എന്താ സംഭവം മനസ്സിലായില്ല. കുറച്ചപ്പുറത്ത് വേറെ മുതലുണ്ട് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി. ഓരോ പരിപാടി എന്താ? സുന്നത്തിനെ മൊത്തം നിഷേധിക്കല. ഓല് പേരിട്ട ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാ. ഇവർ പേരിട്ടതോ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ. ഇതിന്റെ കുട്ടൻസ് മനസ്സിലായിണ്ടോ? ഖുർആനും ഹദീസും ഒന്നാന്ന് പഠിപ്പിക്കാൻ അതുകൊണ്ടത്. ഖുർആനും ഹദീസും ഒന്നാണ്, രണ്ടും ഒരേ പ്രമാണമാണ്, ഒരേ ബലമുള്ള പ്രമാണമാണ്. അതുകൊണ്ട് ഖുർആനെ തള്ളിയിട്ടാണെങ്കിലും ഹദീസ് എന്ന് കേൾക്കുമ്പോ അവിടെ അടയിരിക്കണമെന്ന് പഠിപ്പിച്ചു. അത് സാധാരണ ജനങ്ങളെ യൂണിറ്റുകൾ തോറും പഠിപ്പിക്കുവാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന ഗൂഢപ്രവർത്തനങ്ങളുടെ ഭാഗമാണ് QHLS. അതാ സംഗതി. അവിടുന്ന് സാധാരണക്കാർ പഠിച്ചു, പ്രവർത്തകന്മാർ പഠിച്ചു. ഇപ്പോ പിന്നോട്ട് നോക്കുമെന്ന അവസ്ഥ, നേതാക്കന്മാർ ഇങ്ങനെ തല കൈയിട്ട് നിൽക്കാന്നല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? കയ്യിൽ സക്കരിയ പറഞ്ഞാൽ കുറച്ച് ആധാരവും ലെറ്റർ പേഡ് സീലൊക്കെ ഉണ്ട്, വേറെന്താള്? പിന്നിലാരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ല. കാരണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ മൊത്തത്തിൽ അവർ QHLSന്റെ ആൾക്കാരാ. അവർ ഖുർആനും ഹദീസും ഒരേപോലെ എന്ന് മനസ്സിലാക്കി. ആ വഴിയെ അവർ സഞ്ചരിച്ചു. അവരുടെ കയ്യിൽ കിട്ടി കുറച്ച് പല്ലി, കുറച്ച് പട്ടി, കുറച്ച് പാമ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് അവര് മറ്റോല് ആധാരം, മറ്റേ രസീത്, മറ്റേ നികുതി ചീട്ട് അങ്ങനെ ഇട്ട് പോലും. ആദർശപ്പെടെ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കയ്യിലാ. ആ ആദർശവാദികളോട് സംവദിക്കാൻ ഏത് യാഥാസ്ഥികർ വന്നാലും ഞങ്ങൾ വീണ്ടും ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു, മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടൽ ശിർക്കാണെന്നത് പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന മലക്കിനോടും ജിന്നിനോടും തേടൽ അത് ശിർക്ക് തന്നെയാണ് എന്ന് ഉറപ്പിച്ചുറക്കെ പറയുവാൻ സാധിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അതിപ്പുറത്തുള്ളത്. മൗലവിമാർ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞ അതന്നെ, ഞങ്ങൾ എഴുതിയ വ്യവസ്ഥ അനുസരിച്ചുള്ളത് നടക്കട്ടെ, കരാറിൽ എഴുതിയ വിഷയമനുസരിച്ചുള്ള പിന്നെ സംവാദം നടക്കട്ടെ. അത് പൂർത്തിയായാൽ ജിന്നിനെ കുറിച്ചാവാം, മലക്കിനെ കുറിച്ചാവാം, സിഹിറാവാം, കണ്ണേറാവാം, ബർക്കത്താവാം, എന്തൊക്കെ വേണ്ടത് എല്ലാം ആവാം. ഇപ്പോഴും റെഡിയാണ്, യാതൊരു കുഴപ്പമില്ല. ആർക്കൊക്കെയാണോ വാദങ്ങളുള്ളത് അവരൊക്കെയുമായി ഔദ്യോഗികമായിരിക്കണം, ഔപചാരികമായിരിക്കണം. പക്ഷേ ഒരു വിഷയം എഴുതിയാൽ ആ വിഷയത്തിൽ നിന്ന് സംസാരിക്കണം. അത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ആ നിർബന്ധമുള്ളത് കൊണ്ട് അതങ്ങ് കൃത്യമാക്കി. പക്ഷെ ഈ സാധുക്കൾ വിചാരിച്ചെന്താ അറിയോ? സംവാദം ഇങ്ങനെ കുറെ മുന്നോട്ട് പോകുമ്പോ നമ്മൾ ഈ ജിന്നിനെ കുറിച്ചും മലക്കിനെ കുറിച്ചും ഒന്നും പറയാതെ തന്നെ പോകും. എന്നാ പിന്നെ അത് വെച്ചിട്ട് ഇങ്ങനെ ഹാലളകാലോന്നാ. അതുകൊണ്ട് അവസാനം ഒരു ആണി അടിച്ചു കൊടുത്തു. അതോടുകൂടി അതുവരെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് കൊണ്ട് നടന്ന ബലൂൺ പൊട്ടല്. പിന്നെ ആശനിമാരെ കണ്ടിട്ടില്ല. ഇനി ആ ടീം തല പൊക്കുമല്ല. മനസ്സിലായില്ലേ? കോടമ്പുഴയിൽ കടപുടകി വീണ അഹസനിമാർ, അവരെ കൊണ്ടു നടക്കുന്ന ആളുകളുടെ അവസ്ഥ അതിലേറെ അപകടം. അത് അങ്ങനെ സംഭവിച്ചെന്തുകൊണ്ടാ? അവര് കുറച്ചു കാലം ഇവരുമായി സംവാദം നടത്തിയപ്പോ അവർക്ക് തോന്നി തർക്കടില്ല, നമ്മൾ നേരാവും, ഉഷാറാവും, അതുകൊണ്ട് നമുക്ക് നടത്തിയോക്കാൻ. അത് ഇവിടെ നടക്കൂല.
മനസ്സിലായില്ലേ? കാരണം ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കളങ്കമില്ലാത്ത ആദർശത്തിന്റെ വക്താക്കളാണ് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ. അവരെ കടപുടക്കാൻ നിങ്ങളെ ഈ ഏടാകൂടം തൽക്കാലം മതിയാവൂല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറത്ത് വെച്ച് ഞങ്ങളെ കുഴിച്ചുമൂടാൻ നോക്കിയതാ. മനസ്സിലായില്ലേ? എന്നിട്ട് നടന്നോ? കുറ്റിച്ചിറയിൽ 12 ദിവസം നടന്നിരിക്കുന്ന വാദപ്രതിവാദത്തിൽ മുജാഹിദുകൾ അറബിക്കടലിലേക്ക് എറിഞ്ഞു പ്രഖ്യാപിച്ചത് ഞങ്ങള്. എന്നിട്ട് അറബിക്കടലിൽ പിന്നെ ഞങ്ങൾ വലട്ട് പിടിച്ചു കൊടുത്താ അല്ല. അപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ പൂനൂരിലും താനാടൂരിലും നെടിയിരിപ്പിലും പരപ്പനങ്ങാടിയിലും ഒക്കെ നടന്നിരിക്കുന്ന സംവാദങ്ങളിൽ അന്നൊക്കെ ഞങ്ങളെ കുഴിച്ചു മൂടാൻ നോക്കിയ നിങ്ങളുടെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും സാധിക്കാത്ത കാര്യം ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ ചോട്ടാ കുട്ടികൾക്ക് സാധിക്കുമെന്ന് വിചാരിച്ചാൽ അതിന് നോൻപ് കുറച്ചധികം നോൽക്കണം. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അബ്ദുസ്സലാം സുലമി എന്താ സംഭവത്തിൽ ഇല്ലാതെ പോയത്? വലിയ ബേജാറാണ് ഇപ്പല്. പലരും ഇങ്ങനെ പിടിച്ചു വയ്ക്കാം. ഞങ്ങളോട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുത്തിനോട് ചോദിച്ചു, എന്നോട് തന്നെയാണോ ചോദിച്ചത്? മനസ്സിലായില്ലേ? പിന്നെ എന്താ സുഹൃത്തുക്കളെ, ഞങ്ങളാരും ഈ കൊതുകിനെയും മൂട്ടനെയൊക്കെ കൊല്ലാൻ വേണ്ടി പീരങ്കി ചേർക്കലില്ല. മനസ്സിലായില്ലേ? അത് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കും. അതിന് മാത്രം കനുള്ള മുതല് വരട്ടെ. അവിടെ തികഞ്ഞ നിറഞ്ഞ ശംസുലലമമാരും കമറുലലമമാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തോലൊക്കെ ഇറങ്ങുമ്പോ ഞങ്ങളെ കമറും ശംസൊക്കെ പുറത്തിറങ്ങും. മനസ്സിലായില്ലേ? ഇപ്പോ ഈ ആൾക്കാരോട് ഇത്രക്ക മതി, അതിനത്രക്കങ്ങളുള്ളൂ, അതിലേറെ ഉണ്ടാവുമ്പോ ഞങ്ങൾ പറയാം ആയിട്ടുണ്ടെന്നുള്ളത്. അതങ്ങ് തിരിച്ചറിഞ്ഞാൽ മതി. ഇത് തിരിയാത്ത വേറെ തിരിഞ്ഞിട്ടും തിരിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. എന്നാ മോൻ മരിച്ചിട്ടെങ്കിലും മരോളെ കണ്ണീര് കാണട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ടീം ഇപ്പുറത്തുണ്ട്. ഒരിങ്ങനെ നോക്കി നിൽക്കുക, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ? മനസ്സിലായില്ലേ? ബൈലക്സിന്റെ മുമ്പിലൊക്കെ പലരും നിൽക്കണം. എന്തിനാ? നമ്മൾ എങ്ങനെയെങ്കിലും പൊട്ടുവോ? പൊട്ടിനെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? എന്നിട്ടൊരു ക്ലിപ്പിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ? എല്ലാ ക്ലിപ്പിങ്ങിനും ഓട്ടിട്ട് കൊടുത്തു. എല്ലാ സാധനവും ചോർന്നു പോയി. ഞാൻ പറഞ്ഞല്ലോ, ബലൂൺ പൊട്ടിയപ്പോ ജിന്നിന്റെ ബലൂണും പൊട്ടി, മലക്കിന്റെ ബലൂണും പൊട്ടി, ഇൻസിന്റെ ബലൂണും പൊട്ടി. മനസ്സിലായില്ലേ? കംപ്ലീറ്റ് പൊട്ടി തകർന്നു. തകർന്ന അവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ടാ ഞാനതാ പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശമുണ്ട്. ആ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് യാഥാസ്ഥികരോടാണെങ്കിലും മറ്റാരോടാണെങ്കിലും ഉറച്ചു നിന്ന് സംവദിക്കാൻ സാധിക്കൂ. ഞങ്ങളുടെ നിലപാടതാ. ഞങ്ങൾക്ക് എവിടെയും താഴെ പോകേണ്ടി വന്നിട്ടില്ല. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങൾ ഇതിനു മുമ്പ് സംവാദം നടത്തിയ ആരോട്? ഇവിടുത്തെ മതരാഷ്ട്രവാദികളോട് ഞങ്ങൾക്ക് തലതാഴ്ത്തേണ്ടി വന്നോ? മതരാഷ്ട്രവാദികളോട് സംവാദം നടത്തി തലതാഴ്ത്തേണ്ടി വന്നോ? ഇല്ല. 1.5 കൊല്ലം മുമ്പ് ഞങ്ങൾ തിരൂരിൽ വെച്ച് ഇവിടുത്തെ ചേകനൂരികളോട് സംവാദം നടത്തി ഞങ്ങൾക്ക് തലതാഴ്ത്തേണ്ടി വന്നോ? ഞങ്ങളെക്കുറിച്ച് ചേകനൂരികളെ ആക്ഷേപിക്കുന്ന ആളുകൾ വരെ ആ CD കൊണ്ടുപോയിട്ടാ എന്താ ചേകനൂരികളുടെ വാദം, എന്താ നമ്മളെ മറുപടിന്ന് പഠിച്ചത്? മനസ്സിലായോ? അങ്ങനെ ആരോടൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ സംവദിക്കണമോ പ്രമാണനിബദ്ധമായി ആദർശബന്ധിതമായി ഞങ്ങൾ സംവദിക്കും. പക്ഷേ സംവാദം ഞങ്ങളെ കുലത്തൊഴിലല്ല, ഞങ്ങളുടെ കുലത്തൊഴിലല്ല. അമ്മി കൊത്തണമെന്ന് ചോദിച്ചു വരുമ്പോഴേക്ക് കൊത്തണം എന്ന് പറഞ്ഞ ടീമല്ല ഞങ്ങള്. ഞങ്ങൾക്കതിന് കൃത്യമായ നയവും നിലപാടുമുണ്ട്. ഞങ്ങൾക്ക് നേരെ നിങ്ങൾ ഉന്നയിച്ച ഏറ്റവും വലിയ ആക്ഷേപം എന്തായിരുന്നു? വാദപ്രതിവാദമില്ലാത്ത, ഖണ്ഡന പ്രസംഗമില്ലാത്ത, ഖണ്ഡന മണ്ണന മുക്തമായ ദാവത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന് ആക്ഷേപിച്ച നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ 10 വർഷത്തിനിടയ്ക്ക് ഒരു സംവാദത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റിയോ? ഇല്ല. എന്നാ ഞങ്ങളോ? നടത്തിയടത്ത് മുഴുവനും ഞങ്ങൾ തല ഉയർത്തിയേ നിന്നിട്ടുള്ളൂ. അത് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളുടെ ഏർപ്പാടല്ല. ഞങ്ങളുടെ ഏർപ്പാട് ദഅവത്താ. അതിന്റെ ഭാഗമായി വേണ്ടി വന്നാൽ സംവദിക്കും. ഖണ്ഡന പ്രസംഗം വേണ്ടടുത്ത് ഖണ്ഡന പ്രസംഗം ഉണ്ടാവും, എല്ലായിടത്തും അതല്ല. വാദപ്രതിവാദം വേണ്ടടുത്ത് വാദപ്രതിവാദം ഉണ്ടാവും, എല്ലായിടത്തും അതല്ല. എന്ന പോലെ ഓരോ സ്ഥലത്തും ചെയ്യാൻ പറ്റിയ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇതിനിടയിൽ നല്ല പച്ച കർക്കടകത്തില് ഒരു വയതും പറയാൻ പറ്റാത്തൊരു കാലം വരുമ്പോ, ഒരു വാദപ്രയോഗം നടത്താൻ പറ്റാത്ത കാലം വരുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? 4 പിലാത്തയോ മൂച്ചിത്തയോ ഒക്കെ നട്ടുപിടിപ്പിക്കും. അതിനാണ് നിങ്ങൾ ആദർശ വ്യതിയാനം എന്നൊരു കാലത്ത് ആരോപിച്ചത്. എന്നിട്ടോ അതിന് ഉപകാരം ആർക്കാ കിട്ടിയത്? നിങ്ങൾക്ക് തന്നെ. 2 മരം അപ്പുറപ്പുറം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാനർ കെട്ടിയില്ലേ? കിട്ടിയല്ലോ. അതാണ് അവസ്ഥ. ഞങ്ങൾക്ക് നേരെ ആരോപിച്ചിരിക്കുന്ന ആദർശ വ്യതിയാനങ്ങൾ ഇന്ന് ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കുവാൻ അപ്പുറത്താരെങ്കിലും ബാക്കിയുണ്ടോ? ഈ സംഘടന പിളർന്ന ശേഷം 3 സംവാദം നമ്മൾ തമ്മിൽ നടത്തിയല്ലോ. 3 സംവാദം. ഒന്ന് വളാഞ്ചേരിയിൽ വെച്ച്. ആരായിരുന്നു അപ്പുറത്ത്? സക്കരിയ സുലാഹി അപ്പുറത്ത്. ആ CD ഇന്ന് വരെ 10 കൊല്ലായി വെളിച്ചം കണ്ടിട്ടില്ല അപ്പുറത്തുനിന്ന്.
അത് കഴിഞ്ഞു അടുത്ത ആഴ്ച തന്നെ മറ്റേ ആള് തൊട്ടപ്പുറത്ത് സുബൈർ മങ്കട, അദ്ദേഹവുമായി അടുത്ത സംവാദം. മൂപ്പര് കുറെ ഡീവിയേഷൻ ഒക്കെ പറഞ്ഞു പോയി നോക്കി. പക്ഷേ അള്ളാന്റെ കുതിരത്തിന് ആ സീഡിയും ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് ഈ മഞ്ചേരിയിലെ ഇസ്ലാഹി ക്യാമ്പസിന് മുകളിൽ വെച്ച് മറ്റൊരു സംവാദം നടന്നു. എന്താ സംവാദം? EKM പന്നൂരും മായിൻകുട്ടി സുല്ലമിയും പിന്നൊരു കണ്ടക്ടറും ചേർന്ന് നടത്തിയിരിക്കുന്ന സംവാദം. അവിടെ എന്താ അവസാനത്തെന്നറിയോ? അല്ല, തിരക്കുള്ള ബസ്സിൽ സ്കൂൾ കുട്ടികൾ കയറിയാൽ കണ്ടക്ടർ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അക്കോലം തന്നെ ഒന്ന് സംവാദവും. മനസ്സിലായില്ലേ? എന്നിട്ട് ആ സംവാദം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഭാഗത്തുള്ള സീഡ് തട്ടിപ്പറിക്കാൻ നോക്കി എന്നല്ലാതെ സ്വന്തമായ ഒരു സീഡ് ഇറക്കാനുള്ള ധൈര്യം നേരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇനി ഇറച്ചക്കെട്ടകള് ഇനിയുണ്ടോ? ഏത് വിഷയ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞ വിഷയത്തിനാവാ. പക്ഷേ ഔദ്യോഗികമായി ഔപചാരികമായി നിങ്ങളുടെ കയ്യിൽ ലെറ്റർ സീലും ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്തി വരിക, സംവദിക്കാൻ. ആദർശം എന്താന്ന് ഞങ്ങൾ പറഞ്ഞുതരാം, ആദർശ വ്യതിയാനം എന്താന്ന് പറഞ്ഞുതരാം. എന്നാൽ അന്ന് 1999 മുതൽ 2002 വരെ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ അലക്കിയ, നിങ്ങൾ വിഴുപ്പലക്കിയിരിക്കുന്ന ആദർശ വ്യതിയാനമെന്ന ആരോപണം, അതിൽ നിന്ന് ഒരക്ഷരം ഉരിയാടുവാൻ ധൈര്യമുള്ള തന്റെ ഇടമുള്ള ആരെങ്കിലും അപ്പുറത്ത് ഇഞ്ഞു ബാക്കിണ്ടോ? ഇപ്പം സ്വന്തം അനുയായികളെ കുറിച്ച് നേതാവ് പറയാ, ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളുള്ള ആളുകളാണ് കൂടെ ഉള്ളത്. മനസ്സിലായില്ലേ? എല്ലാ തേളും കീരിയും പാമ്പും പിന്നെ മെരും എല്ലാ സാധനവും അതിലുണ്ട്. മനുഷ്യന്മാര് മാത്രല്ല, മുഖത്ത് നോക്കിയാൽ ഒരു കോലുമില്ല, ഒരു കുടമില്ല. ഞാൻ പറഞ്ഞതല്ല. എന്നിട്ട് മൂപ്പര് ഭയങ്കര വേദനയില് ബേജാറില് അതുണ്ടാവും. കാരണം എന്താ? മദ്യം വരാമെന്നതാണല്ലോ. ഏട്ടനും അഞ്ചുനും തമ്മിൽ തർക്കണ്ടായി. ഒരു പുരക്ക് ആകെ 2 റൂമുള്ളൂ. ഒരു റൂം ഉമ്മാക്ക് കൊടുക്കണ്ടേ, ഉമ്മാക്കും മാപ്പാക്കും കൂടി റൂം കൊടുക്കണ്ടേ? പിന്നെ ഒരു റൂമുണ്ട്, അതിന് തർക്കം ഏട്ടനും അഞ്ചനും. അയലക്കാരൻ മദ്യം വരാൻ വന്നു. മൂപ്പരിങ്ങനെ നോക്കി, ഇതിൽ ഭേദം വലിയ റൂം, വിശാലമായ റൂം, ബാത്ത് അറ്റാച്ച്ഡ്, അതൊക്കെ നോക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, തർക്കം ഞാൻ പരിഹരിച്ചരാ, ഈ വലിയ റൂമിൽ കയറണം. മനസ്സിലായില്ലേ? വലിയ ഓരി അമ്മക്ക് തന്നെ, ബാക്കിയുള്ള നിങ്ങളെ അവിടുത്തെ കൂടിക്കോളിയും. ഈ നിലക്ക് തർക്കത്തിന് പരിഹാരമുണ്ടാക്കി സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് കയറിയിരിക്കുമ്പോ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ചോദിച്ചു വാങ്ങിയിരിക്കുന്ന അധികാരം നിങ്ങൾക്ക് ഉപകരിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഇടങ്ങേറാവും. മനസ്സിലായില്ലേ? അധികാരത്തിന്റെ കസേര ഉറപ്പിച്ച് അതിൽ കുഷ്യനിട്ട് ഇങ്ങനെ കയറിയിരിക്കുമ്പോ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്ത മൂട്ട. അതിന് മൂട്ടപ്പൊടി അടിച്ചിട്ട് പോണ ജയിച്ചു വല്ലത് കുറച്ച് നല്ല വീരല്ല മുതലാ. ആ കോലത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലേ? എന്തൊക്കെ ഒരു സമാധാനം ഉള്ളത്? ഇങ്ങോട്ടിപ്പോ പറയാ, ഞങ്ങളിങ്ങനെ വേദനയിലാണ്, ബേജാറിലാണ്, വെപ്രാളത്തിലാണ്. ആ ടീപ്പിനെ കുറിച്ച് ഞങ്ങള് ഇപ്പോ നമ്മുടെ ഒരു സുഹൃത്ത് PP ഖാലിദ്, അദ്ദേഹത്തെ ISM നിന്ന് പുറത്താക്കണമെന്ന് അന്ന് KNM ആവശ്യപ്പെട്ട എന്തിനാ? KNM ജനറൽ സെക്രട്ടറിയുടെ മുമ്പിൽ അദ്ദേഹം തുണിയൊന്ന് മടക്കുത്തി. തുണി മടക്കുത്തി. എന്നാ സുഹൃത്തുക്കളെ, ആ മടക്കുത്തിയ തുണിയൊന്ന് അഴിച്ചിടാന് നിങ്ങൾ എത്ര കാല അവസരം കൊടുത്ത്, സാവകാശം കൊടുത്തത്? 6 മിനിറ്റ് കൊടുത്തോ, 6 മണിക്കൂർ കൊടുത്തോ, 6 ദിവസം കൊടുത്തോ, 6 ആഴ്ച കൊടുത്തോ, 6 മാസം കൊടുത്തോ? ഇല്ല. പക്ഷേ നിങ്ങൾക്കിടയിൽ ഈ ആദർശ വ്യതിയാന ആരോപണ ക്യാമ്പയിന്റെ രംഗത്ത് മികച്ചു നിന്ന പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന സക്കരിയ സുലാഹിക്ക് ഏറ്റവും വലിയ ആദർശ വ്യതിയാനവും ആദർശ രാഹിത്യവും സംഭവിച്ചിട്ട് അദ്ദേഹത്തിന് തിരുത്താൻ 6 കൊല്ലം സമയം കൊടുത്തു. ബഹുമാന്യര് പ്രസംഗിക്കുക, പ്രസിഡന്റ്. അപ്പൊ ജില്ലാ സെക്രട്ടറിക്ക് ഒന്ന് ഇത്രയെന്ന് പറഞ്ഞാൽ പോരാ, കുറച്ച് നമ്മളെ ഭംഗിയും കൂടി വേണം. മൂപ്പര് വളമ്പി 23 തവണ താക്കീത് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്താ കോലം? ഇന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നാകൂല. മനസ്സിലായില്ലേ? ഇത്രയൊക്കെ അവധി കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരാളെ കൊണ്ടു നടന്നിട്ട് ആ അവസ്ഥയിൽ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും, നേരത്തെ ഇവിടെ കേട്ടല്ലോ, ചാലിയത്തിനൊരാള് 2012 ജനുവരി 1 പ്രഖ്യാപനം, ഹേയ് ഞങ്ങൾക്കിടയിൽ ഗ്രൂപ്പില്ല, പ്രശ്നങ്ങളില്ല, സെലഫി ഗ്രൂപ്പില്ല, സക്കരിയ ഗ്രൂപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പച്ച നുണയാണ് പറയുന്നത് എന്നുള്ളത് നേർക്ക് നേരെ അറിഞ്ഞ് മുഖം മൂടി ധരിച്ച് കള്ളം പറയുവാൻ അതിന് പ്രൈസ് കിട്ടിയിരിക്കുന്ന, മാർക്ക് വാങ്ങിയിരിക്കുന്ന ആളുകൾ. എന്താണ് അവസ്ഥ? ഞാൻ കൃത്യമായി പറയട്ടെ. അന്ന് PP ഖാലിദ് ചെയ്തത് എന്തായിരുന്നു? തുണിയൊന്ന് മടക്കി കുത്തി. ഇപ്പോ
സ്വന്തം പാളയത്തിൽ നിന്ന് പേരിന് മുജാഹിദായ ഒരു സാധു മൂപ്പര് വിളിച്ചറിഞ്ഞെന്താ ഖുർആനില്ലാത്തൊരായത്തോതി ഇത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജാൻ. നമ്മൾ തെരഞ്ഞെടുത്തിട്ട് കണ്ടില്ല അങ്ങനെ ആയത്ത്. എന്നിട്ട് മൂപ്പരന്നെ പറയാ ഈ ആയത്ത് നമ്മളെ പഠിപ്പിച്ചതാരാ? അല്ലല്ലാന്ന് ഉറപ്പാണ്. അവന് മൂപ്പരന്നെ പറയുന്നുണ്ട് ഈ ആയത്ത് നമ്മളെ പഠിപ്പിച്ച അബ്ദുള്ള കോയാണോ, അബ്ദുൽ ഖാദറാണോ, അബ്ദുറഹ്മാനാണോ? മനസ്സിലായില്ലേ? ഇമ്മാതിരി ചോദ്യങ്ങളൊക്കെ അടിയിൽ ഇങ്ങനെ വരുമ്പോ തലക്കാലം ഒന്ന് കുറച്ച് ദിവസം ഒന്ന് മാറ്റിയെടുത്തു. എന്നിട്ട് പിന്നെ ഘടന വിളിക്കുക. കാരണം അത് അപ്പുറത്തെത്തിയാലും പ്രശ്നം, അപ്പുറത്തെത്തിയാലും പ്രശ്നം. മനസ്സിലായില്ലേ? ഇമ്മാതിരി കച്ചറ കുട്ടികളെ കട്ടിമ കടത്താൻ പറ്റൂല, ഇങ്ങനെ താഴെത്താൻ പറ്റുമോ? മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. പണ്ട് ഉമ്മാര് കുട്ടികളൊക്കെ തരില്ല. എന്തിനാ? തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും. ഇപ്പൊ ഏതാണ്ട് വലിയ വലിയ മുത്തം മനുഷ്യന്മാരെ ഒക്കത്തിട്ടുള്ള കാലത്താ. മനസ്സിലായില്ലേ? ഇത് തലയിലും വെക്കാൻ പറ്റൂല, താഴെ വെക്കാൻ പറ്റൂല. ഉറുമ്പും പേനൊന്നല്ല പ്രശ്നം, ഉറുമ്പിനെ അങ്ങട്ട് കടിക്കും, പേനിനെ ഇങ്ങട്ട് കടിക്കും. ആ ടൈപ്പ് ടീമാണ് കൊണ്ടു നടക്കുന്നത്. എന്നിട്ടോ ഇപ്പതാ ഓരോരുത്തരും വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് വിവരം നിറഞ്ഞ സാധനമില്ല, വിവരം നിറഞ്ഞ മുതലില്ല. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് വയലു പറഞ്ഞിട്ട് ഒരു മനുഷ്യനും ഹിദായത്ത് കിട്ടിയിട്ടില്ല, ഒരാളും 5 വക്ത് നിസ്കരിക്കാൻ കൂടി തുടങ്ങിയിട്ടില്ല. ഇയാളുടെ പ്രസംഗം കൊണ്ട് ഒരാൾ മുജാഹിദായിട്ടുണ്ടോ എന്നൊക്കെ ആരാ ചോദിക്കരുത്? സ്വന്തം അനുയായികൾ. ഓൾക്ക് എപ്പോഴാണ് മനസ്സിലായത്? കാരണം എന്താ? നമ്മൾ പണ്ടേ പറഞ്ഞു മദ്യം വരാമെന്ന് കസേര വാങ്ങിയിരിക്കുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത്. പക്ഷേ ഇവർ പറഞ്ഞ അത്ര മോശമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഉള്ള കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത് കേട്ടോളി. ടി.പി. അബ്ദുള്ള കോയ മദനിയുടെ പ്രസംഗം കേട്ടിട്ട് എത്ര ആളുകളാണ് തൗഹീദ് ഉൾക്കൊണ്ട് വന്നിട്ടുള്ളത്? ഏതൊക്കെ മനുഷ്യന്മാരാണ് ആ ബഹുമാനപ്പെട്ട ടി.പിയുടെ വയത് കേട്ടത് മുതലാണ് ഞാൻ 5 വക്ത് നമസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ തുടങ്ങിയത് എന്ന് പറയാൻ തുടങ്ങിയത്? ഉണ്ടോ? ഒരാളെ കൊണ്ടുവരൂ, നിങ്ങള് ഒരാളെ കാണിച്ചു തരൂ. അയാളുടെ പ്രസംഗം കൊണ്ടാണ്, അയാൾ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിപ്പോ പള്ളിക്ക് വരാത്തതെന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ കേട്ടു. ശരിയാണോ എന്നുള്ള എനിക്കറിയില്ല, അത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ മനുഷ്യനെ ഞങ്ങളുടെ നേതാവ് എന്നാല് ഞങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു, അതൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് വിവരമില്ലാന്ന് പറഞ്ഞു, ഈ ബാക്കി വിവരമുണ്ടെന്ന് പറയേ, അയാൾക്ക് വിവരമുണ്ടെന്ന് പറയേ. അതന്നെയാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാരുടെ മരണത്തോടുകൂടി ജാഹിലികൾ രംഗം കൈയടക്കും. അങ്ങനെ ജാഹിലീങ്ങൾ ആളുകൾ പ്രസിഡന്റാക്കും. അവരോട് ചോദിക്കും, വിവരമില്ലാത്തവർ ഫത്വ പറയും, അങ്ങനെ ആളുകളെ പേടിപ്പിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കതിന് റോളില്ല. അവരെ മാറ്റി നിർത്തിയിട്ട് ഈ രൂപത്തിലുള്ള ജാഹിലികളാണ് ഫത്വ ഇറക്കുന്നത്. അത് ശരി തന്നെയാണ്. അതിപ്പോ തുറന്നു പറയാതിരിക്കാൻ വയ്യ. ഇവർ ഈ രൂപത്തിൽ തെറി പറയുമ്പോ നമ്മൾ തെറി പറയണില്ല, സത്യം പറഞ്ഞു കൊടുക്കണ്ടേ? സക്കരിയ സുലാഹിയെ പോലെയുള്ള പണ്ഡിതന്മാരെ തെറി പറയുമ്പോ ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്തെങ്കിലും വിവരിച്ചു കൊടുക്കണ്ടേ? അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ചുള്ള വിലയിരുത്തൽ. ഈ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താ? ഇയാളേതായാലും ഇങ്ങനെ മധ്യസ്ഥനായി പ്രസിഡന്റായി വന്ന, മറ്റേ ആള് മയ്യത്തും കട്ടിലും വന്ന് ഇങ്ങോട്ട് സെക്രട്ടറി സ്ഥാനം വാങ്ങിയാളാ. ആരും മോശമല്ല, മനസ്സിലായില്ലേ? എന്താ അമ്മേ ഏട്ടനിക്ക് തിരക്കാ, ഓന് കഞ്ഞി വിളമ്പാൻ വേണ്ടി ഇലക്ക് പോയതാ, നിങ്ങൾ എനിക്കിവിടെ കുഴിയിൽ വിളമ്പിക്കോളീൻ എന്ന് പറഞ്ഞ കാലുണ്ടല്ലോ. ആ കാലത്താ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരാള് മധ്യസ്ഥനായി വന്ന് പ്രസിഡന്റ് ആകുമ്പോ മറ്റാള് മയ്യത്തും കട്ടിലും വന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം വാങ്ങിച്ചാള്. ഇപ്പത്തെ അവസ്ഥ എന്താ? ഇപ്പൊ നല്ല കോലുണ്ട്, എന്തോ ഒരു സുഖം. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. അതാണ് ഇപ്പൊ പത്തപ്പിരിയത്തെ അവസ്ഥ. എന്തേന്ന് അന്നത്തെ ഒരു കോലം. ISM-നെ കെട്ടി പിരിച്ചുവിട്ടപ്പോ ആരൊക്കെയാണ് കൂടെ? നല്ല ചുണക്കുട്ടികൾ, ആദർശധീരരായ ചുണക്കുട്ടികൾ, ആദർശ വ്യതിയാനമില്ലാത്ത, അച്ചടക്കരാഹിത്യമില്ലാത്ത നല്ല കറകളഞ്ഞ കുട്ടികൾ. 1 സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, 2 സീനിയർ വൈസ് പ്രസിഡന്റ് KK സക്കരിയ സുലാഹി, 3 നമ്മുടെ ശംസുദ്ദീൻ ഭാരതി എവിടെ എന്ന് ചോദിക്കരുത്, 4 ഹാരിസ് ബിൻ സലീം, 5 CP സലീം. ഒരു പട തന്നെ.
ഇപ്പത്തെ അവസ്ഥ എന്താ? ബാക്കിക്ക് തിരിഞ്ഞു നോക്കുമ്പോ നിഴല് മാത്രണ്ട്. അന്ന് പൊട്ടിച്ചിരിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. ഇപ്പോ കരഞ്ഞു നോക്കുമ്പോ ഒരു കുട്ടി കണ്ണീര് തുറക്കാൻ പോലുമില്ല. ഈ അവസ്ഥയിലേക്ക് എത്തി എന്തുകൊണ്ടാ? ഞാനതാ പറഞ്ഞത്, മയ്യത്തും കെട്ടുമെന്ന് ഊരിക്കൊടുന്നാണ് ഈ മുതല്. അവിടെ ഭരണഘടന പ്രശ്നമല്ല, ആദർശം പ്രശ്നമല്ല, സംഘടന പ്രശ്നമല്ല. ഇതിന്റെ അർത്ഥം പലക്കെ മോശക്കാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ വന്ന വഴി ശരിയല്ല, വന്ന മാർഗം ശരിയല്ല എന്ന് അന്നു തന്നെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരും പണ്ഡിതന്മാരും ശ്രദ്ധപ്പെടുത്തിയതാ. അത് കേട്ടില്ല, മനസ്സിലാക്കിയില്ല. ഇവർ തങ്ങൾക്കെതിരെ തിരിയുകയാണെന്ന് കരുതി അവർക്ക് നേരെ ആദർശ വ്യതിയാനം എന്നൊരു ബോംബുമായി കുറച്ച് ചക്കന്മാരെ പുറത്തേക്ക് വിട്ടു. എന്നിട്ട് സംഭവിച്ചത് എന്താ? 2002 ഓഗസ്റ്റ് മാസം 12 ISM-നെ ജിന്ന് നടക്കുന്നുണ്ടാവും. ഒന്ന് തേടിയൊക്കെ വിളിച്ചു വെക്ക. മൂപ്പർ 5-6 കൊല്ലം നിന്ന് വിളിച്ചു. ഒരു ജിന്നും ഒരു മലക്കും വിളി കേട്ടില്ലെന്ന് മാത്രമല്ല, അതുവരെ വിളി കേട്ടിരുന്ന ഇനിസ് കൂടി പിടിവിട്ടു. അള്ള പറഞ്ഞല്ലോ, ശിർക്ക് ചെയ്യുന്ന ആള് ആകാശത്ത് താഴെ വീണവനെ പോലെ ഉണ്ടാവും. ഗത്യന്തരം ഉണ്ടാവൂല, ഗതി ഉണ്ടാവൂല. ആ ഗതി കിട്ട പ്രേതം പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ആരാ? ഹുസൈൻ മടവൂരിന്റെയും CP ഉമർ സുല്ലമിയുടെയും AK മുഹമ്മദ് സുല്ലമിയുടെയും അമ്മാൻകൊട്ട് അബൂബക്കർ മൗലവിയുടെയും അതുപോലെ സാധുക്കളായ നിഷ്കളങ്കരായ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെയും ആദർശം ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾ എന്താണ് ആദർശമെന്ന് പോലും അറിയാതെ നഷ്ടം തിരിയുന്ന കാഴ്ച. എന്നാ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചല്ലേ കിട്ടും. ഇതേതാ മാസം? ദുൽഖഅദ് മാസം, ഹജ്ജ് മാസങ്ങളിൽപ്പെട്ട മാസമായത്. ഈ മാസങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ഓർത്തുകൊണ്ടിരിക്കുന്ന മഹാനായ പ്രവാചകനുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം തന്റെ ഭാര്യയെയും ചോര പൈതലിനെയും ഇട്ടേച്ചു പോകുന്ന എവിടെ? വിജനമായ മരുഭൂമിയിൽ. വിജനമായ മരുഭൂമിയിൽ എടുത്തു പറയുന്നു. എന്താ ചെയ്യുന്നത്? ഇത് വിജനമായ മരുഭൂമിയാണ്, ഒറ്റ മനുഷ്യനുമില്ല, വെള്ളമില്ല, തലവൃക്ഷമില്ല, ഫലം കായ്ക്കുന്ന മരങ്ങളൊന്നുമില്ല, സഹായത്തിനാരുമില്ല. ഇബ്രാഹിം നബിക്ക് തോന്നിയോ ജിബ്രീലെങ്കിലും ഒന്ന് സഹായിക്കും, ഒരു മലക്കിനെ വിളിച്ചു വെക്കാം, ഒരു ജിന്നിനെ വിളിച്ചു വെക്കാം.
ആരെയും വിളിക്കുന്നില്ല. വിളി എങ്ങോട്ടാ? അദൃശ്യമായി അഭൗതികമായി മാത്രമാണ് ഇനി സഹായമുള്ളത്. ദൃശ്യമായും ഭൗതികമായും കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായും ഒരു സഹായത്തിന് ഇവിടെ വകുപ്പില്ല. ഇനി കിട്ടാനുള്ള സഹായത്തിലുള്ളൂ അഭൗതികമാണ്, അദൃശ്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. എവിടെ ചോദിക്കണം? ചോദിച്ചു അവിടുന്ന്, പടച്ചോനെ എന്റെ മക്കളെ ഞാനിതാ ആൾപ്പാർപ്പില്ലാത്ത, ജനവാസമില്ലാത്ത വിജനമായ ഈ മരുഭൂമിയിൽ നിന്റെ കൽപ്പന പ്രകാരം ഇട്ടേച്ച് പോവുകയാണ്. ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളെ നീ അങ്ങോട്ട് എത്തിക്കണമേ. മനസ്സിലായോ? അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ ആദർശം. വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ അവിടെ വെച്ച് പടച്ച റബ്ബിനെ വിളിച്ചു തേടണമെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ ഖുർആൻ പഠിപ്പിച്ചതാ. ആ പഠിപ്പിച്ച ഖുർആൻ അത് മറന്നുപോയ ആൾക്കാര്. കാരണം എന്താ? ഖുർആനെക്കാളും വലിയൊരു ഹദീസാന്ന് കരുതി സഹോദരന് പിന്നാലെ പോയല്ലോ, മറന്നു. എന്നിട്ട് അവിടുന്ന് വെള്ളം നഷ്ടപ്പെട്ട, ഭക്ഷണം നഷ്ടപ്പെട്ട ഹാജറാബി ഓടാണ്. ഓടണം എങ്ങോട്ട്? മലയുടെ മുകളിലേക്ക്. എന്തിന്? ജിന്നിരിക്കണ്ടോ നോക്കാനല്ല, മലക്കിരിക്കണ്ടോ നോക്കാനല്ല. പിന്നെ ഒരു മലയല്ലേ, അതിന്റെ അപ്പുറത്തെങ്ങാനും വല്ല മനുഷ്യനുണ്ടോ നോക്കണം. അത് ഭൗതികമാണ്. ഭൗതികമായി തേടുന്നത് മനുഷ്യനെ, അഭൗതികമായി തേടുന്നത് പടച്ചോനെ. ഹാജറാബി ഞങ്ങൾ മറന്നു, ഇബ്രാഹിം നബിനെ മറന്നു. അവരുടെ പുത്ര പരമ്പരയിൽ കടന്നു വന്നിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായത്തെ പഠിപ്പിച്ചെന്താ? അള്ളാനെ പരിചയപ്പെടുത്തിയ ആരാണല്ല? ആ പരിചയപ്പെടുത്തിയിടത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന സംഗതി, വലൗ കുൻത ഫീ അർളിൽ ഖഫിരിൻ, നീ ഒരു വിജനമായ ഭൂമിയിൽ അകപ്പെട്ടാൽ, ഫഅദ്ലൽത, അങ്ങനെ നീ വഴിതെറ്റിയാൽ, ഫദഅഉതഹു, നീ അവരോട് തേടിയാൽ, റദ്ദ അലൈക്, നിനക്കുത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി. അതാ, വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ നീ വിളിച്ചു തേടാൻ പടച്ച റബ്ബിനെയാണ്, അവൻ നിനക്കുത്തരം തരും എന്ന് പഠിപ്പിച്ച പ്രവാചകർ. അത് കേട്ടപ്പോ അതുവരെ ഇസ്ലാം സ്വീകരിക്കാത്ത മനുഷ്യന് ഇസ്ലാം മതം മനസ്സിലാവുകയും അത് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഹദീസിന്റെ ബാക്കി പറയുന്നത്. ഇസ്ലാമിന്റെ പുറത്തു നിൽക്കുന്ന മുശ്രിക്കുകൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ വിജനപ്രദേശത്ത് ഒറ്റപ്പെടുമ്പോ പടച്ചവനെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനിയെ മറന്ന നിങ്ങൾ തൗഹീദിന്റെ മനുഷ്യന്മാരെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ, പ്രവാചകർ ശിർക്കിന്റെ മനുഷ്യന്മാരെ തൗഹീദിലേക്ക് കൊണ്ടുവരാൻ അള്ളാനെ പരിചയപ്പെടുത്തി. നിങ്ങൾ തൗഹീദിന്റെ മനുഷ്യന്മാരെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ മരക്കിനും ജിന്നിനും പരിചയപ്പെടുത്തി. നിങ്ങൾ തട്ടം തിരിയുന്നുള്ളൂ, നിങ്ങൾ കഴിച്ചിലാവൂല. എന്തേ അങ്ങനെ പോകാൻ കാരണം? അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, ഒരു വിശ്വാസിക്ക് നേരെ അവിശ്വാസം ആരോപിച്ചാൽ, ഒരു വിശ്വാസിക്ക് നേരെ അവിശ്വാസമോ അധർമ്മമോ ആരോപിച്ചാൽ, അത് അസത്യമാണെങ്കിൽ തിരിച്ചടിക്കും. ആരാണോ ആരോപിച്ചത് അവന്റെ വിശ്വാസം കവർന്നെടുക്കപ്പെടും, അവന്റെ ധാർമ്മികത ചോർന്നു പോകും. രണ്ടും സംഭവിച്ചില്ലേ? അന്ന് നമുക്ക് നേരെ ആരോപിച്ച വലിയ ആരോപണം എന്താ? ഈ കാലം വരെ ഒരു ഉറുമ്പനെ പോലും നോവിക്കാൻ കഴിയാത്തൊരു സാധു പണ്ഡിതനുണ്ട്, മുഹമ്മദ് കുട്ടശ്ശേരി. അത്ര സാധു മനുഷ്യൻ കേരളത്തിൽ നിന്ന് വേറുണ്ടാവുമല്ലോ. തന്നാൽ കഴിയുന്ന ഇൽമ് തങ്ങളുടെ കുട്ടികൾക്ക് പകർന്നു കൊടുത്ത് ഒരുപാട് പണ്ഡിതന്മാർ വാർത്തെടുത്തിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ ഇവർ ആദർശ വ്യതിയാനം കണ്ടു. എന്താ? ഒരു വാചകം, തൗഹീദല്ല ഈമാൻ. ഇപ്പോ അകത്തളങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നു, തൗഹീദല്ല ഈമാൻ എന്ന കൃതി, എന്ന പുസ്തകം അല്ല, എന്ന ലേഖനം ചിലരൊക്കെ ആവർത്തിച്ചു വായിക്കണം എന്നാണ് TP പറഞ്ഞത്. അതാ പറഞ്ഞത്, തസ്കിയത്ത് ക്ലാസ് തിരിച്ചെടുക്കട്ടെ, ഖുതുബകൾ തിരിച്ചു പറയട്ടെ, മേടക്കാർന്നവർ താഴെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തൗഹീദല്ല ഈമാൻ എന്ന ലേഖനം വായിക്കണം. ഇപ്പോ അത് വായിക്കേണ്ട സമയമാണ്. കാരണം ഇപ്പൊ അത്യാവശ്യം ഒഴിവുണ്ടല്ലോ, ശരിയല്ലോ. നേരത്തെ ഗോതമ്പ് കഞ്ഞി എങ്ങോട്ട് എത്തിക്കോളും, മുമ്പൊക്കെ ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് ഇരുന്ന് വായിക്കണം. അവിടേക്ക് കാര്യങ്ങൾ എത്തി. എന്താ സംഗതി? ആദർശ വ്യതിയാനമെന്ന ഉട്ടോപ്പിയ രംഗത്ത് കൊണ്ടുവന്ന് ഒരു ആദർശ പ്രസ്ഥാനത്തെ തകർത്തതിന് കിട്ടുന്ന നേർക്കുനേരെയുള്ള ശിക്ഷകൾ, അതിൽപ്പെട്ട ഓരോരുത്തരും, ഞാൻ പറഞ്ഞല്ലോ, ISMനെ പിരിച്ചുവിടുമ്പോ പകരം കൊണ്ടുവന്ന ആളുകളുടെ ക്വാളിറ്റി എന്താ? ഏഷ്യാനെറ്റോട് പറഞ്ഞ ആള് ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി, ഈ കുട്ടികൾ മുന്തിയ കുട്ടികളാ. ഏഷ്യാനെറ്റുകാരൻ ചോദിച്ചു, അല്ല ഇവർക്ക് വല്ല വ്യതിയാനം സംഭവിക്കുകയാണെങ്കിലോ, ഇവരിൽ വല്ല അച്ചടക്കരായിട്ട് ഉണ്ടാവുകയാണെങ്കിലോ? AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മറുപടി എന്താ? അങ്ങനെ സംഭവിക്കുന്ന പ്രശ്നം തന്നെയല്ല. അത്ര
കറ കളഞ്ഞ ഉറപ്പിച്ചെടുത്ത ടീമാണ്. പക്ഷെ സക്കരിയ സുലൈഖ് ഇത് പണ്ടാരാ മൂപ്പര കൊണ്ടാ തുറന്നു പറഞ്ഞത് എടുത്തത് മുഴുവനും ചപ്പും ചവറും കള്ളിത്തറിയാണ്. ഞാൻ പറഞ്ഞല്ല, സംഘടനാ പിളർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രദേശത്ത് ഒരുത്തനെ കിട്ടി, ഓൻ ആദർശം ഉണ്ടോ നോക്കിയിട്ടില്ല, ഓന് ധാർമ്മികത ഉണ്ടോ നോക്കിയിട്ടില്ല, പിന്നെന്താ KNM അനുകൂലിക്കുന്നുണ്ട്, അതാണ് ഏക ക്വാളിഫിക്കേഷൻ. അതിന്റെ പേരിൽ അവന് മെമ്പർഷിപ്പ് കൊടുത്തു, അവനെ യൂണിറ്റ് സെക്രട്ടറി ആക്കി, മണ്ഡലത്തിൽ കൊടുന്നു, ജില്ലയിലേക്ക് കൊടുന്നു, അവസാനം മാനേജ്മെന്റ് കോടതി സംസ്ഥാനത്തേക്ക് കയറ്റിവിട്ടു സെക്രട്ടറിമാരായിട്ട്. ആരാണവർ? നാട്ടിലെ കള്ളിത്തരികളും കുപ്പിച്ചില്ലുകളും അതുപോലെ ചപ്പും ചവറുകളുമാണ് എന്ന് സക്കരിയ സുലൈഖ് നേരത്തെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ TP അബ്ദുൽ ഖാദർ മദനി മറ്റൊരു ഭാഷയിൽ അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ കാര്യം നേരത്തെ മനസ്സിലാക്കി. അത്രയുള്ള വ്യത്യാസം. അതുകൊണ്ടാ ISM-ന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തപ്പോ ആ കള്ളിത്തറികളെ അന്നേ ഞങ്ങൾ വച്ചിച്ച്, അന്നേ ഞങ്ങൾ മാറ്റിവെച്ചത്. അതുകൊണ്ടാ ആ മാറ്റിവെച്ചത് ഇവിടെ കൃത്യമായി ഇങ്ങനെ പുലർന്നു വന്നു ഓരോന്നും. അവരെ കുറിച്ചാണ് AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത്, ഒരു അപകടവും സംഭവിക്കൂല, ആദർശത്തിൽ വ്യതിയാനം ഉണ്ടാവൂല, അച്ചടക്കരാഹിത്യം ഉണ്ടാവൂല. എന്തോരം അച്ചടക്കമുള്ള, എന്തോരം ആദർശമുള്ള കുട്ടികള്. ഷാക്കിറിന് നല്ല അച്ചടക്കമുണ്ട്, നല്ല ആദർശമുണ്ട്. CP സലീമിന് അച്ചടക്ക ബോധം കൊണ്ട്, ആദർശബോധം കൊണ്ട് ഒരു മിമ്പറിൽ പോലും കയറാൻ പറ്റുന്നില്ല. സക്കരിയ സുലൈഖ് നാട് നീളെ നടന്ന് വിശദീകരണ യോഗങ്ങൾ കൊണ്ട് ബഹളമാണ്. മൂപ്പര് പറഞ്ഞപ്പോ അവസാനം എന്താ അറിയോ? ഞങ്ങൾ ഈ പ്രധാനപ്പെട്ട ജില്ലയിലൊക്കെ ഒന്ന് വിശദീകരണം നേരത്തിന് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. വേറെ വൈസ് പ്രസിഡന്റ് മൂപ്പരിങ്ങനെ അന്തല്ലാതെ റസൂൽ ഇപ്പൊ ഇന്നലെ ഏത് ഭാര്യന്റെ അടുത്ത് പോയി, ഇന്നിപ്പോ എങ്ങോട്ടാ പോവുക, മിഞ്ഞാന്ന് എവിടെയായിരുന്നു, അതറിയാതെ നട്ടു തിരിഞ്ഞ് കണക്കിട്ടൊരു സാധു. മനസ്സിലായില്ലേ? ഇങ്ങനെ കുറെ സാധുക്കൾ അടി ഇടിയും അടിച്ചിറക്കലും ഇടിച്ചിറക്കലൊക്കെ നടക്കണ്ടല്ലോ. ഇതാണ് ISM-ന് പകരം കൊണ്ടുവന്നിരിക്കുന്ന ആദർശധീരരായ അച്ചടക്ക ബോധമുള്ള പ്രവർത്തകന്മാർ, നേതാക്കന്മാർ. അതിന്റെ കോലതാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഈ ആൾക്കാർ നമ്പാൻ പറ്റൂല, കരുതിക്കോളീൻ. പക്ഷേ അന്ന് കൊണ്ടുവരുന്നു എന്തിന്? ഹുസൈൻ മടവൂര് തെറി പറയാൻ, CP ഉമർ സുലൈമിയെ തെറി പറയാൻ, KK തെറി പറയാൻ, അമ്മാങ്കോത്തിനെ തെറി പറയാൻ, ആദർശബോധമുള്ള MT അബ്ദുറഹ്മാൻ മൗലവിയെയും മലപ്പുറം ഇസ്ഹാഖ് മൗലവിയെയും എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവിയെയും തെറി പറയാൻ, വയനാട്ടിലെ ഹൈദർ മൗലവിയെ തെറി പറയാൻ, കേരളക്കരയിലെ സജീവരായ ആദർശ പ്രവർത്തകന്മാരെ തെറി പറയാൻ, അതിനുവേണ്ടി അപ്പുറം ഇപ്പുറം നടത്തിയ ആൾക്കാർ. അബ്ദുറഹ്മാൻ സലഫി ഏറ്റവും മുമ്പിൽ, തൊട്ടുപിറകിൽ അനുജൻ സുബൈർ മങ്കട, തൊട്ടടുത്തന്നെ ജ്യേഷ്ഠൻ അബ്ദുൽ സുലമി, അതിന്റെ അടുത്ത് മുന്നിലോ പിന്നിലോ ബാക്കിലോ എവിടെ നിൽക്കണമെങ്കിൽ റെഡി ആയിട്ട് സക്കരിയ സുലൈഖ്. ഇപ്പൊ നാലും കൂടി എവിടെ? ഒന്ന് കാട്ടില്, ഒന്ന് വിജനപ്രദേശത്ത്, ബാക്കി അടക്കട്ടെ. മനസ്സിലായില്ലേ? ഇതാണ് കോലം. എന്താ വിഷയം? വിഷയത്തിലുള്ളൂ. അന്നാ റസൂൽ പറഞ്ഞതാ, നിങ്ങൾ ആദർശ വ്യതിയാനം ആരോപിച്ചാൽ തിരിച്ചടിക്കും. ആ തിരിച്ചടി എങ്ങനെ വന്നു? മൻഹജിലൂടെ കടന്നു വന്നു. നമുക്ക് ആദർശമില്ലെന്ന് വരുത്തി തീർക്കാൻ ഇപ്പൊ സക്കരിയ സുലൈഖ് തുറന്നു പറയുന്നത് എന്താ അറിയോ? ഹുസൈൻ മടവൂരിനെ ആദർശമില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി അറബികൾക്ക് അബ്ദുറഹ്മാൻ സലഫി അയച്ചിരിക്കുന്ന കത്തിലെ പ്രധാന വാചകം, മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുമെന്ന വാദം ഹുസൈൻ മടവൂർ അംഗീകരിക്കുന്നില്ല എന്നാണ് അബ്ദുറഹ്മാൻ സലഫി എഴുതയച്ചത്. എഴുതാൻ സഹായിച്ചത് സുബൈർ മങ്കടയുമാണ്. എന്നിട്ട് കൊല്ലം കൊല്ലം അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ല, അബ്ദുറഹ്മാൻ സലഫിന്റെ തൊള്ളന്റെ ഉടനെ പറഞ്ഞു അന്ന് കൂടെ നിന്നാള്. എന്താ മടവൂരിന്റെ വ്യതിയാനം? മടവൂരിന്റെ വ്യതിയാനം എന്നാ ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറുമെന്ന് ഹുസൈൻ മടവൂർ വിശ്വസിക്കുന്നില്ല, സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹുസൈൻ മടവൂരിനെതിരെ അറബികൾക്ക് എഴുതി മാഹിദായി ചോർത്തിരിക്കുന്ന ആള് കൂടെ ഒന്നുകൂടി അയച്ചിരുന്നു. ഖുറൂജുൽ മാരിഖ് ഹുസൈൻ അബൂബക്കർ കോയ, മതത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന ഹുസൈൻ അബൂബക്കർ കോയ എന്നാണ് അറബികൾക്ക് എഴുതി കൊടുത്തത്. ആ എഴുതി കൊടുത്തത് ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സക്കരിയ സുലൈഖ് മൊഴി നൽകുന്നു. മനസ്സിലായോ? ഇപ്പോ അതേ അബ്ദുറഹ്മാൻ സലഫി പറയാ, ഏയ് ജിന്നിനെ പിടിച്ചു തേടലേ, മലക്കിനെ പിടിച്ചു തേടലേ, വെള്ളത്തിൽ മുങ്ങിയാൽ അവിടെ ജിന്നിന്റെ സഹായത്തിന് വിളിക്കല് ശിർക്കാണ് എന്ന് പറയുന്നത് അത്ഭുതമായി പോയിരിക്കുന്നു ചിലർക്ക്. ഇതാരാ കൊണ്ടുവരുന്നത്? ആരാ കൊണ്ടുവന്നത്? ആരാ സപ്പോർട്ട് ചെയ്തത്? 2006 ഈ വിഷയം വന്നപ്പോ ഗീർവാണ പ്രസംഗം നടത്തിയല്ലോ.
അല്ലേ? ആർക്ക് വേണ്ടി? സക്കരിയ സ്വലാഹിക്ക് വേണ്ടി, സക്കരിയ സ്വലാഹിക്ക് വേണ്ടി, ശംസുദ്ദീൻ പാലത്തിന് വേണ്ടി, ഹാരിസ് ഇബ്നു സലീമിന് വേണ്ടി, ഡോക്ടർ സുബൈറിന് വേണ്ടി, ജമാൽ ചെറുവാടിക്ക് വേണ്ടി, എം അക്ബറിന് വേണ്ടി നിങ്ങൾ അന്ന് നടത്തിയ പ്രസംഗം എന്താ? അബ്ദുസലാം സുലമിയെ കുതിര കയറാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞെന്നറിയോ? ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന അബ്ദുസലാം സുലമിയോട് ഇപ്പോൾ എനിക്ക് ഒരു ബഹുമാനവുമില്ല, ബാക്ടീരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നേരെ അന്ന് ആക്ഷേപിച്ച അബ്ദുറഹ്മാൻ സലഫി. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ജിന്നിനെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നുവെന്നും അവർക്കൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് അവരെ പ്രൊട്ടക്ട് ചെയ്യുവാൻ രംഗത്ത് വന്ന അബ്ദുറഹ്മാൻ സലഫിയാണ്. അയാളാണ് ഇപ്പോ അവർക്ക് വലിയ ആദർശരാഹിത്യം സംഭവിച്ചിരിക്കുന്നു എന്ന് സംസാരിക്കുന്നത്. അന്ന് പറഞ്ഞതാണോ ഇപ്പൊ പറഞ്ഞാണോ കളവ് എന്ന് മാത്രമേ ആൾക്കാർക്ക് അറിയേണ്ടതുള്ളൂ. ആ ഭാഗം ഒന്ന് കേട്ടോക്കൂ. എന്നാ ഒന്നിനും സാധിക്കൂല, ജിന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ല തന്നെ, അത് ബാക്ടീരിയയാണ്, അത് വൈറസാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാര് അതിന് ഒരു ദുർബോധനം മനസ്സിലെന്തേലും തോന്നലുണ്ടാകല്ലാതെ വേറൊന്നിനും സാധിക്കൂല എന്നൊക്കെ പ്രസംഗിച്ചു കിടന്ന് നമ്മള്, എനിക്ക് വളരെ ബഹുമാനമുള്ള അബ്ദുസലാം സുല്ലമിന്റെ ഈ വാദത്തോട് യാതൊരു ബഹുമാനമല്ല. കാരണം മനസ്സിലായില്ലേ? ജിന്നുമായി ബന്ധപ്പെടുത്തി അവരുടെ വാദഗതികൾ അംഗീകരിക്കാത്തതിന്റെ പേരിൽ എനിക്ക് ഏറ്റവും അധികം ബഹുമാനമുള്ള അബ്ദുസലാം സുലമിയോട് ഇപ്പോൾ ഒരു ബഹുമാനവുമില്ല എന്ന് പ്രസംഗിച്ച അബ്ദുറഹ്മാൻ സലഫി ഇപ്പോഴോ? ഇപ്പൊ രണ്ടു കൂട്ടരും ഞങ്ങളെ മത്സരിച്ച് ബഹുമാനിക്കുക. സക്കരിയ സുലാഹിന്റെ പ്രസംഗം കേട്ടാൽ ഇത്ര ഗുണകാംക്ഷയുള്ള ഒരു പ്രസംഗം പറയില്ല. എന്താ? എന്റെ മടവൂരി സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും അബ്ദുറഹ്മാൻ സലഫിനെ നമ്പരുതിട്ടോ, അയാൾ നിങ്ങളെ വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഇത് ഇപ്പോഴേ മനസ്സിലായത്? ഞങ്ങൾക്കിത് 10-15 കൊല്ലം മുമ്പ് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായോ? മാത്രമല്ല ഒന്നുകൂടി, നിങ്ങളെ ഇയാളെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കരുത്. കഴിഞ്ഞ 4-5 കൊല്ലമായി നമ്മുടെ മുഖത്ത് നോക്കി പൊട്ടന്മാരെ വിഡ്ഢികളെ എന്ന് വിളിച്ചാല് ഇപ്പൊ വിളിക്കുക, നിങ്ങളെ വ്യക്തിത്വം കളയരുത്. മനസ്സിലായില്ലേ? ആ അവസ്ഥയിൽ ഇയാൾ ബഹുമാനിക്കുമ്പോൾ മറ്റേ ആള് ബഹുമാന്യനായ ഹുസൈൻ മടവൂര്, ആര്? അബ്ദുറഹ്മാൻ സലഫി. അബ്ദുറഹ്മാൻ സലഫിന്റെ കോലത്തിൽ ജിന്ന് വന്നതൊന്നുമല്ല, സാക്ഷാൽ മാനാത്തോടി അബ്ദുറഹ്മാൻ സലഫി തന്നെയാണത്. മനസ്സിലായില്ലേ? ബഹുമാനപ്പെട്ട ഹുസൈൻ മടവൂര്. എന്തൊരു ബഹുമാനം സലാം സലീമിനോടും ഹുസൈൻ മടവൂരിനോടും സീപ്പിനോടും. കേക്കനൊക്കെ ഇപ്പൊ ഭയങ്കര ബഹുമാനത്തിലാ. എന്റെ ഗുരുനാഥനായ കേക്കനൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്തൊരു ബഹുമാനം. അദ്ദേഹം പറഞ്ഞത് അപ്പുറത്ത് ഇങ്ങോട്ട് ബഹുമാനിച്ച് സ്നേഹിച്ചിട്ട് നമ്മളിങ്ങനെ വീർപ്പ് മുട്ടുക. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ബഹുമാനിക്കരുത് നമ്മളെ, ഞങ്ങളൊന്ന് നീച്ചടന്നോട്ടെ. മനസ്സിലായില്ലേ? ഇത് എന്താ വിഷയം? ഈ ജിന്നും ശൈത്താനും ഇറക്കുമ്പോ അതിന് അനുകൂലമായി അന്ന് പച്ചക്കൊടി കാണിച്ചിരിക്കുന്ന വ്യക്തി അബ്ദുറഹ്മാൻ സലഫിയാണ്. എന്നിട്ട് അയാൾ ഇപ്പൊ അതിനെതിരാണ്. ആ എതിരാണെന്ന് പറയുമ്പോ തന്നെ സീർ ഭരിക്കുന്നു കൂടെ പറയുകയും ചെയ്യാം. രണ്ടും ഒരേ മുതലാണെന്നുള്ളത് മൊയ്ലിയമാര് ശരിക്കും തെളിയിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെയൊന്നും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്തായപ്പോ, അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പുറത്തായപ്പോ സക്കരിയ സുലാഹി വിലപിക്കുന്നു, നിങ്ങൾ എന്നെ പുറത്താക്കിയതിലല്ല എനിക്ക് സങ്കടം, പിന്നെന്താ? ശിർക്ക് ആരോപിച്ച് പുറത്താക്കിയതിലാണ് സങ്കടം. പുറത്താക്കിയത് സങ്കടമില്ല, ശിർക്ക് ആരോപിച്ച് പുറത്താക്കിയതിലാണ്. സക്കരിയ സുലാഹിയുടെ വിലാപം കേട്ടോളൂ. ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്തു നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്കാരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത കാര്യം. കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടപെടമില്ലാതെ നിൽക്കുന്ന കണ്ണല പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. പത്രത്തിൽ മനസ്സിലായോ? ശിർക്ക് ആരോപിച്ച് പുറത്താക്കിയതിലാണ് ബേജാറുള്ളത്, വിഷമുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, പ്രയാസമുണ്ട്, മനസ്സിൽ വല്ലാത്ത വ്യഥയുണ്ട്. പക്ഷേ ഈ വ്യഥ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തോടെ വിട പറഞ്ഞിരിക്കുന്ന കെ മുഹമ്മദ് സുല്ലമിയോട് മാപ്പ് പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? കെ മുഹമ്മദ് സുല്ലമിയുടെ മയ്യത്ത് കടത്തിയേർത്ത് കാണാൻ വന്നു ആര്? ബഹുമാനായ AP അബ്ദുൽ ഖാദർ മൗലവി. ആ മുഖത്തേക്ക് നോക്കി താടിക്ക് കൈകൊടുത്തുകൊണ്ട് അദ്ദേഹം നിന്ന നിപ്പ് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവില്ല.
ഇന്നെ ചെയ്തു വച്ചിരിക്കുന്ന അപരാധങ്ങൾക്ക് മാപ്പ് പറയാൻ കഴിയാതെ അദ്ദേഹം വിട പറഞ്ഞു പോയല്ലോ എന്നാണ് മനസ്സ്. അവിടേക്ക് എത്തി കാര്യങ്ങള്. നിങ്ങൾക്ക് മാപ്പ് പറയാൻ പറ്റുമോ? KK-യുടെ ആദർശം ചോദ്യം ചെയ്തതിന് മാപ്പ് പറയാൻ പറ്റുമോ? വാഴക്കാട്ടെ ഒരു സ്ഥാപനത്തിന് ഏതോ അറബികൾ കൊടുത്തിരിക്കുന്ന പണം മുടക്കാൻ പണിയെടുക്കുമ്പോ അതിന് പറഞ്ഞ കാരണം എന്താ? അതിന്റെ മുമ്പിൽ നിൽക്കുന്ന MT അബ്ദുറഹ്മാൻ മൗലവി സലഫിയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. മനസ്സിലായോ? ആരാ MT? ബഹുമാനായ AK അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള ഒരുപാട് ആളുകളുടെ ഉസ്താദ് ഗുരുനാഥൻ. ആ ഗുരുനാഥൻ മുജാഹിദാണോ സലഫിയാണോ എന്നറിയില്ല, അവരുടെ ആദർശം നമുക്കറിയില്ല എന്ന് അറബികളോട് പറഞ്ഞിട്ട് ആ പണം മുടക്കിയിരിക്കുന്ന ആളുകൾ MT-യോട് മാപ്പ് പറയാൻ പറ്റിയോ? ഇസ്ഹാഖ് മൗലവിയുടെയും അതുപോലെ എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവിയുടെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഫസ്റ്റിന് ഗ്രൂപ്പ് യോഗം വിളിച്ചല്ലോ. K ഉമർ മൗലവിയെ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന പ്രവർത്തകന്മാരെ മുജാഹിദ് നേതാക്കന്മാർക്കെതിരെ തിരിച്ചുവിടുവാൻ സിൽസിൽ മൗലവി എന്ന ക്ഷുദ്രഗതിയുമായി കേരളത്തിൽ ഊരിയിരിക്കുന്ന ആളുകൾക്ക് ഉമർ മൗലവിയോടോ അദ്ദേഹത്തെ സ്നേഹിച്ചവരോടോ തിരിച്ചു പറയാൻ പറ്റിയോ? മാപ്പ് പറയാൻ പറ്റിയോ? കഴിയോ? അപ്പോ ഇങ്ങനെ എത്ര പണ്ഡിതന്മാർ, ആരെയൊക്കെയാണ് നിങ്ങൾ കുരിശിലെത്തിയത്? നിങ്ങൾക്ക് ഇങ്ങനെ സമാധാനം കിട്ടുമോ? നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ? സാധാരണക്കാരായ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ മനസ്സ് നെഞ്ചു വേദനിച്ചത് നിങ്ങൾ മറന്നുപോയോ? മങ്കർ അബ്ദുൽ അസീസ് മൗലവി അദ്ദേഹം ചെയ്ത ഏക തെറ്റെന്താ? ഈ വിഭാഗത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം സംഘടന ഏൽപ്പിച്ചു കൊടുത്തപ്പോ ഏറെ വൈമനസ്യത്തോടെയാണെങ്കിലും സംഘടനാ പ്രവർത്തകന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു എന്നതാണ് മങ്കർ അബ്ദുൽ അസീസ് മൗലവി ചെയ്തിരിക്കുന്ന ഏക തെറ്റ്. ആ മനുഷ്യൻ മരണപ്പെട്ട ശേഷവും മിമ്പറുകളിൽ കയറിയിട്ട് അയാളുടെ പേരെടുത്തു പറഞ്ഞ് അമ്പലത്തിലേക്ക് തേങ്ങ നേർച്ചേർന്നിരിക്കുന്ന തേങ്ങ ഉടച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്ന് പ്രസംഗിച്ചിരിക്കുന്ന ആളുകൾ ഇപ്പൊ എവിടെ? നിങ്ങൾക്ക് അസീസ് മൗലവിയോട് മാപ്പ് പറയാൻ പറ്റിയിട്ടുണ്ടോ? കഴിയോ? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? നിങ്ങളുടെ കൂടെ നിന്നില്ലെന്നല്ലോ, നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചില്ല എന്നല്ലോ. ആരെങ്കിലും വെറുതെ വിട്ടത്? മിമ്പറിൽ കയറിയ ഒരു മനുഷ്യന്റെ എന്നത്തെയും അഭിസംബോധന അമ്പലത്തിൽ തേങ്ങ ഉടച്ച നേതാവിന്റെ അനുയായികൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പരിചയപ്പെടുത്താറില്ല മിമ്പറുമെന്ന്. ഇന്ന് അതേ മിമ്പർ വേറൊരാളെ വെച്ചിട്ട് അതിന്റെ കമ്മിറ്റിക്കാർ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക സ്ഥിരമായിട്ട് എല്ലാ ആഴ്ച. മനസ്സിലായില്ലേ? ആ കോലത്തിന് അതല്ലേ. മാത്രല്ല 2006 മറ്റോ ആണ് ഒരു മെക്കാനിക് ഉണ്ടല്ലോ, മെക്ക് എന്ന ഷോർട്ട് പേരിൽ അറിയുന്ന ഒരാൾ, അയാൾ എഴുതിയിരുന്നു വിചിന്തനത്തിന് ഈ സംഘടനക്ക് എത്ര ആയുസുണ്ട്. നമ്മളെ പറ്റി 2006 ഈ സംഘടനക്ക് എത്ര ആയുസുണ്ട്. മെക്ക് അല്ല, മെക്കാനിക്കാണ്. അപ്പുറത്താണ് പണിന്ന് മാത്രം, കുറച്ച് സ്ക്രൂ തിരിക്കാനുണ്ട്. ഇപ്പൊ എത്ര ഗ്രൂപ്പ്? സക്കരിയയുടെ കീഴിൽ ഒരു ജിന്ന് ഗ്രൂപ്പ്, അബ്ദുറഹ്മാൻ സലഫിന്റെ കീഴിൽ ഒരു ഇൻസ് ഗ്രൂപ്പ്, പറപ്പൂരിന്റെ കീഴിൽ ഒരു ജിൻസ് ഗ്രൂപ്പ്. എന്താ ജിൻസ് ഗ്രൂപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് മലപ്പുറത്ത് മുതൽ. മനസ്സിലായല്ലോ? നോട്ടീസ് വായിച്ചാൽ മനസ്സിലാവും എന്താ അതിന്റെ ഓലം എന്നുള്ളത്. ഇതിലെ മുഖ്യ കാർമ്മികൻ ആരാ? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ. എവിടെയായിരുന്നു? കോട്ടക്കലിൽ അദ്ദേഹത്തിന്റെ മൂക്കിന്റെ താഴെ രാവിലെ മുതൽ രാത്രി വരെ നടന്നിരിക്കുന്ന ഇവരുടെ വിശദീകരണ സമ്മേളനത്തിന്റെ തൊട്ടു മുമ്പിലെ പള്ളിയിൽ നമസ്കരിക്കാനെത്തിയിട്ടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആള്. ഇപ്പോ ഈ ഒരു മാസത്തിനിടക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരു വിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്പാറ്റുകളിൽ എവിടെയും കക്ഷി ചേരാതെ നിൽക്കുന്ന ആള്. എന്താ കാരണം? മൂപ്പർക്ക് കുപ്പായം തുന്നണമെങ്കിൽ 2 കക്ഷിന്റെ പിൻബലം വേണം. പണ്ടും അങ്ങനെ തന്നെ. 99 പ്രശ്നങ്ങൾ നടക്കുന്ന കാലത്ത് എനിക്കറിയാം. ചെമ്മാട് നഗരത്തിലെ ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാന് KNM-ന് വേണ്ടി പ്രസംഗിക്കണോ ISM-ന് വേണ്ടി പ്രസംഗിക്കണോ? അത്ര വലിയ നിഷ്പക്ഷനായിരുന്നു. പക്ഷേ സംഘടന വളർന്നപ്പോ ഉപരെങ്ങനെ നോക്കി, മെല്ലെ നിന്നിട്ട് നോക്കി. കാരണം മൂപ്പർക്ക് ഒരു കാലത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അസ്വസ്ഥതയിലല്ലേ കഴിഞ്ഞുകൂടുന്നത്. നിമ്പർമക്കേരിയാൽ കാര്യമായിട്ടെന്ന പറയല്, നിങ്ങൾ അസ്വസ്ഥതയിലാണ്, ഞാൻ അസ്വസ്ഥതയിലാണ്, ലോകം മൊത്തം അസ്വസ്ഥതയിലാണ്.
ആ മലപ്പുറത്തുകാരെ എത്ര കാലം അസ്വസ്ഥരാക്കിയത്? മനസ്സിലായില്ലേ? എന്നിട്ട് അയാളുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി മൂപ്പരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ എത്തിയത് മുജാഹിദ് സെന്ററില. ഏതാ മുജാഹിദ് സെന്റർ? അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് ISM പ്രവർത്തകന്മാരെ ചൊല്ലി പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. കോഴിക്കോട് ആനിഹാട് റോഡിലുള്ള മുജാഹിദ് സെന്റർ. ആ സെന്ററിന്റെ ഓടയിലൂടെ ഒഴുകുന്ന വൃത്തികേടിനേക്കാൾ വാസനിക്കുന്നത് അകത്താണ്. ആ അകത്തുള്ള വാസനക്കെതിരെ പൊരുതണം, പോരാടണമെന്ന് മുജാഹിദ് യുവജന പ്രവർത്തകന്മാരെ ധരിപ്പിക്കുവാൻ അഹോരാത്രം പണിയെടുത്തിരിക്കുന്ന വ്യക്തി കയറിപ്പോയതങ്ങോട്ടാ അതേ ഓടയിലേക്ക്. ഇപ്പോഴും അതിന്റെ അവസ്ഥ. ഇപ്പോ അത് ഏതാണ്ട് അല്ലുന്നിട്ടും വേറിട്ടു. അപ്പൊ അങ്ങനെ നിൽക്കുക, അങ്ങട്ടിയാടണോ ഇങ്ങട്ടിയാടണോ, മനസ്സിലായല്ലോ? കുറച്ചുകൂടി നിൽക്കും. കാരണം എന്താ, സക്കരിയ സുല ഏതാണ്ട് അറബികൾക്കൊക്കെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മനസ്സിലപ്പിന്റെ ആദർശം എന്താന്നുള്ളത് അത് ശരിയാക്കാനാ മൂപ്പര് ഇന്നലെ കയറി പോടഞ്ഞല്ലോ, വിട്ടില്ലേ? ആര് വിട്ട്? എന്താ കാരണം? സക്കരിയ സുല ഇപ്പോഴെങ്ങനെ പറഞ്ഞു നടക്കുന്നതിന്റെ ഇടയിൽ കുറെ കടലാസ് ഇങ്ങനെ വിടുന്നുണ്ട്. മൂപ്പര ഭാഷയിലെ കേരള നെതുവത്തുൽ മുജാഹിദീന്റെ സൗദി പ്രസിഡന്റാണ് ഷെയ്ഖ് ഈദാൻ. പണ്ട് മൗലവിമാരത് പറയല് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന പോലെ കേരള നെതുവത്തുൽ മുജാഹിദിന്റെ സൗദി പ്രസിഡന്റാണ് ഷെയ്ഖ് ഈദാൻ എന്ന് പറഞ്ഞ് ആ ഈദാനുമായി ബന്ധപ്പെടുത്തി കുറെ കത്തും കടലാസ് കൂടെ ഓടിയല്ലോ. ഇപ്പൊ കൊടുത്ത കത്തുകൾ എന്താ? അബ്ദുറഹ്മാൻ സലഫി അടക്കമുള്ള ആളുകൾ സലഫി മൻഹജിനെതിരാണ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ആ എഴുതിക്കൊടുത്ത കത്തുകൾ തിരുത്താൻ അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോ മുട്ടുപറക്കുക. അതുകൊണ്ടാ സക്കരിയ ചോദിച്ചത്, ശരി നമുക്ക് രണ്ടൂട്ടർ കൂടെ ഒരുമിച്ചാണ് പോകാം, വിസ നമ്മളെടുത്തരാ, പൈസ നമ്മൾ തരാ, നിങ്ങൾ വരി, അറബികളുടെ മുമ്പിൽ ചർച്ച ചെയ്യാം. ഹുസൈൻ മടവൂരിന്റെ ആദർശ വ്യതിയാനം ചർച്ച ചെയ്യുവാൻ വേണ്ടി അറബികളുടെ മുമ്പിലേക്ക് പോകണമെന്ന് അന്നാവശ്യപ്പെട്ട നിങ്ങൾക്ക് ഇപ്പോഴെന്റെ അതേ ആദർശ വ്യതിയാനം ചർച്ച ചെയ്യുവാൻ അറബികളെ സമീപിക്കുവാനുള്ള ബേജാറ് ബുദ്ധിമുട്ട് എല്ലാം തിരിച്ചടിക്കല്ലേ? എന്താ ബാക്കി? കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഷിബ്രൻ ബി ഷിബ്രിൻ വദിറാൻ ബിദിറാ, മുഴത്തിന് മുടമായും ചാണിന് ചാണായും ഓരോന്നും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പുളിക്കലിൽ ഒരു പ്രോഗ്രാം സക്കരിയ സുലാഹിയുടെ ഒരു ദിവസത്തെ പരിപാടിയാണ് നോട്ടീസിലുള്ളത്. കൃത്യം 10 മണിയായപ്പോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നിർത്താൻ. മൂപ്പര് പ്രതികരിച്ചു, ഇതാ നിർത്താനുള്ള ഓർഡർ വന്നിട്ടുണ്ട്. ആരാ മുടക്കിയതെന്ന് നമുക്കറിയാം. ആരാ മുടക്കിയത്? തൊട്ട് മുമ്പത്തെ ദിവസം രാത്രി 1:30 വരെ പ്രസംഗിച്ചിരിക്കുന്ന ടീമാണ് മുടക്കിയത്. ഇവർ മുടക്കുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് എന്റെ പ്രോഗ്രാം നാളത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. നാളെയും എല്ലാവരും വരണം. മറ്റൊരു വടി പിടിച്ചു. മനസ്സിലായല്ലോ? ഈ ഒടക്കൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാ. കോഴിക്കോട് കടപ്പുറത്തെ ഞങ്ങളുടെ 2 സമ്മേളനങ്ങൾ രാത്രി 10 മണിക്ക് 1 മിനിറ്റുള്ളപ്പോ നിർത്താൻ വേണ്ടിയിട്ട് പോലീസുകാരെ ശക്തം കെട്ടി കാത്തിരുന്ന നിങ്ങൾക്ക് തിരിച്ചടികൾ ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കല്ലേ? എന്തിലാ ബാക്കിയുള്ളത്? മുടക്കിലും ഒടക്കിലും എല്ലാറ്റിലും എല്ലാം ആവർത്തിച്ചു വന്നു. അടിസ്ഥാനം എന്താ? ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു പ്രസ്ഥാനത്തെ തകർത്തവർക്ക് കിട്ടിയിരിക്കുന്ന തിരിച്ചടികൾ. ഇത്രയധികം തിരിച്ചടികൾ ഉണ്ടായിട്ട് ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ ഈ ലലാലത്തിൽ മൂടർച്ചു പോയിരിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അന്വർത്ഥമാക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയേണ്ടി വരും. അതാണ് വസ്തുത. എന്നിട്ട് ഇപ്പോഴും കസേര ഉറപ്പിക്കാൻ നടക്കുക. ആ ഉറപ്പിച്ചതിന്റെ ബേജാറിൽ കുറച്ച് ആൾക്കാർ, ഉറച്ച ബേജാറിൽ വേറെ കുറച്ച് ആൾക്കാർ. സക്കരിയ സുലൈഹി പറയുന്നെന്താ? നിങ്ങളുടെ കസേര ഉറപ്പിച്ച ഞാനല്ലേ. മൂപ്പർക്ക് ആശേരി പണിയൊന്നുമല്ല. പിന്നെന്താ? ആദർശ വ്യതിയാന ആരോപണം. അങ്ങനെ കസേര ഉറപ്പിച്ചത്. ആ ഉറപ്പിച്ചതിനെ കുറിച്ച് മൂപ്പര് പറയുന്നത് കേട്ടോക്കും. ഇത്രകാലം കസേര ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ആ കസേരമല അമർന്നിരിക്കുകയാണ്, ബാക്കിയുള്ള ചവിട്ടാൻ. കേട്ടോളൂ. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത് അല്ലേ? ഞാൻ പലപ്പോഴും ചോദിച്ചു, എനിക്ക് KNM മെമ്പർഷിപ്പ് നിഷേധിച്ചു ഇക്കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ചോദിച്ചു AP-യോടും TP-യോടും, ഞാൻ നിങ്ങളൊപ്പല്ലേ നിന്നത് സംഘടന പുലർന്നപ്പോ? നിങ്ങളുടെ ഈ കസേര ഭദ്രമാക്കുന്നതിൽ എനിക്കുമുണ്ടല്ലോ ഒരു പങ്ക്. പക്ഷെ ആ കസേര അമർത്തി കഴിയുന്നത്ര വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ആരൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അവരെ ഇതിൽ പ്രേരിപ്പിക്കുന്നത്. ഒരു കോക്കസ്, ഒരു ഉപജാപക സംഘം, അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സംഘമാണ് പലപ്പോഴും ഇത്തരം കോക്കസ് കളികൾ സംഘടനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോ അന്ന് 99 ആദർശ വ്യതിയാന ആരോപണങ്ങൾ ഈ നേതാക്കന്മാരുടെ കസേര ഉറപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന സത്യം ഇപ്പൊ സക്കരിയ ഉറക്ക വിളിച്ചു പറയുന്നു. രണ്ടാമത്തെ സത്യം എന്താ? അപ്പുറത്ത് കുറച്ച് ആൾക്കാർക്ക് ഇപ്പൊ പണി ആധാര ക്യാമ്പയിൻ നടത്താണ്. എവിടൊക്കെ ആധാരങ്ങളുണ്ട് അതൊക്കെ പിടിച്ചു വാങ്ങാം. ഞാനതാ പറഞ്ഞത്. കുറച്ചാൾക്കാർ പള്ളി പിടുത്തം, പള്ളി പൂട്ടല്, പള്ളി പൊളിക്കല്, മിമ്പർമെന്ന് തായറക്കല്, കാറ്റല് ഒക്കെ കുറെ പരിപാടിക്കുന്നതിന് മുമ്പ് അതേ പരിപാടി ഇപ്പോഴും തുടരുന്നു. അന്ന് ഞങ്ങളെ പിടിച്ച് പുറത്താക്കാനായിരുന്നു ഈ പള്ളി പിടുത്തം. ഇപ്പോഴോ കൂടെ നിന്നിരുന്ന ആളുകളെ ചവിട്ടി പുറത്താക്കാൻ ആധാര ക്യാമ്പയിന് കൊട്ടുവെക്കൂ. അതെല്ലാം പോയി സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സംഘടനയും സംഘടനാ സംവിധാനങ്ങളും മാറ്റിക്കൊണ്ടുപോകാൻ ചില കോക്കസുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളില്ലെങ്കിൽ വേണ്ട, നമുക്ക് സംഘടന സ്ഥാപനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായാൽ മതി. പണ്ട് പോയത്തക്കാരനായ ഒരു മുതലാളി പറഞ്ഞില്ലേ, പെട്ടി കള്ളം കൊണ്ടുപോയിട്ടുണ്ടാ താക്കോൽ എന്റെ കയ്യിലല്ലേ എന്ന് പറഞ്ഞതുപോലുള്ള ഒരവസ്ഥയിലേക്കാണ്. ആളില്ലെങ്കിലും വേണ്ടില്ല, പള്ളിയും മറ്റൊക്കെ ഇപ്പൊ ഭയങ്കരമായ ആധാരം പിരിക്കണ പണിയാ. എല്ലാം ഇടക്കിടക്ക് ആധാരം തന്നെ ഓർക്കിപ്പോ ആധാരം മതി, ആളുകൾ ആവശ്യമല്ല, സംഘടന ആവശ്യമല്ല, ആദർശ ആവശ്യമല്ല, ആധാരം തരി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ആധാരം വാങ്ങി വെക്കുന്നത്? നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ പണം പിരിച്ച ആളുകളുടെ കൈകാട്ടി അല്ലേ? നമുക്കറിയാം 2-3 ദിവസത്തേക്ക് പെട്ടിയെടുത്ത് പോവുകയാണ്, പള്ളിയിൽ കിടക്കുകയാണ്, നേരം വെളുത്ത് വീടുകളിൽ പോയി പിരിക്കുന്നു, പിന്നെ അവിടെ കിടക്കുന്നു, അടുത്ത പള്ളിയിൽ പോകുന്നു. ഇങ്ങനെ സാധാരണക്കാരും മൗലവിമാരും ഒക്കെ ആളുകളോട് കൈനീട്ടി ഉണ്ടാക്കിയ പള്ളിയും മദ്രസും അതിന്റെ ആധാരം തരി ഞങ്ങൾക്ക് ഭരിക്കണവിടെ എന്നാണ്. ഈ രീതിയിലേക്കുള്ള ഒരു സ്വഭാവം ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ ഖേദകരം. അപ്പോ കൃത്യമായ കാര്യങ്ങള് 2002 സംഘടന പിളർന്ന ഉടനെ അവർ ചെയ്ത പണി എന്താ? എല്ലാ നാട്ടിലെയും ആധാരം സ്വന്തമാക്കാൻ പണിയെടുത്തു. എന്നിട്ട് സ്ഥാപനങ്ങൾ സ്വന്തമാക്കുവാൻ ശ്രമിച്ചു. കിട്ടാത്ത സ്ഥാപനങ്ങൾ പൂട്ടിച്ചു, ചിലത് പൊളിച്ചു. കാസർഗോഡ് സലഫി മസ്ജിദ് 6 മാസം പൂട്ടിയിടിച്ചു. കരുവന്തിരുത്തി സലഫി മസ്ജിദ് 2.5 കൊല്ലം പൂട്ടിയിടിച്ചു. പാലക്കാട് ജില്ലയിലെ കൊടുന്തിരപ്പള്ളിയിലെ മുജാഹിദ് പള്ളി നട്ടപ്പാതിരക്ക് JCB ഉപയോഗിച്ച് തല്ലി തകർത്തു. ഈ മലപ്പുറം ജില്ലയിലെ പല പള്ളികളും 1 ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയൊക്കെ പൂട്ടിയിടിച്ചു. മിമ്പറിൽ കയറിയവരെ പിടിച്ചു താഴെ ഇറക്കി. സകലമാന ഫിത്നകളും ഫസാദുകളും പണ്ഡിതന്മാരിൽ നിന്ന് നേർക്കുനേരെ വന്നു. റസൂൽ പറഞ്ഞു, അവസാന കാലത്തെ പണ്ഡിതന്മാരെ കുറിച്ച് ഉലമാഉഹും ശർറു മൻ തഹത അദീമിസ് സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്ന വഫീഹിം തഊദ്. അവസാന കാലത്ത് ഈ ഭൂമിയിൽ ആകാശത്തിന് കീഴെ ഏറ്റവും നികൃഷ്ട ജീവികൾ പണ്ഡിതന്മാരായിരിക്കും. അവരിൽ നിന്നാണ് എല്ലാ ഫിത്നയും പുറപ്പെടുക. ആ ഫിത്ന തിരിച്ചു ചെല്ലുക അവരിലേക്ക് തന്നെയാണ്. കൃത്യമായി അള്ളാന്റെ റസൂല് പറഞ്ഞത് അതുപോലെ തന്നെ പുലർന്നിങ്ങനെ കാണുകയാണ്. മനസ്സിലായോ? ഒരാദർശ പ്രസ്ഥാനത്തെ തകർക്കുവാൻ എല്ലാവിധ ഫിത്നയും ഫസാദും ഏറ്റുപിടിച്ച് അത് മുതൽക്കൂട്ടാക്കി. ഏതാനും കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയപ്പോ അതേ ഫിത്നകളും ഫസാദുകളും തിരിച്ചടിച്ച് അവിടെ നട്ടം തിരിയുന്ന, ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്ക് എത്തേണ്ടി വന്നത് ചെയ്ത പ്രവർത്തനങ്ങളുടെ അനന്തര ഫലം മാത്രമാണ്. അത് ഞങ്ങളതുകൊണ്ട് ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല. ഇത് അഹങ്കരിക്കേണ്ട സമയമല്ല. എന്തുകൊണ്ടാ ഞങ്ങൾ വിജയിച്ചത്? പ്രവാചക തിരുമേനി പഠിപ്പിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഔന്നത്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. തൗഹീദ് പറയാൻ, തൗഹീദി പ്രബോധനത്തിന് വേണ്ടി. അതുകൊണ്ട് ഞങ്ങളേ ഉള്ളൂ. ബദറിൽ പ്രവാചക തിരുമേനി പ്രാർത്ഥിച്ചുവല്ലോ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ വലൻ തുഅബദ് ഫിൽ അർദ്. ഞങ്ങളുടെ പ്രവർത്തകന്മാർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. കഴിഞ്ഞ 10 കൊല്ലമായി, 10-12 കൊല്ലമായി ഞങ്ങളുടെ പ്രവർത്തകന്മാർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, പടച്ച റബ്ബേ, ഈ ഒരു സംഘത്തെ, ഈ ഒരു കൊച്ചു സംഘത്തെ തല്ലിയും തരിപ്പണമാക്കിയും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ആളുകൾക്ക് ഒരു തടസ്സം വെക്കണമേ. തൗഹീദി പ്രബോധന രംഗത്ത് ഇനി ഞങ്ങളെ ബാക്കിയുള്ളൂ, ഇത് തകരാതെ സൂക്ഷിക്കണമേ എന്ന് പടച്ച റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രവർത്തകന്മാരുടെ പ്രാർത്ഥനയുടെ ഫലം അതവിടെ അനുഭവിക്കുന്നത്
അതനുഭവിക്കുന്നത്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സബൂഖാ. പറയൂ പ്രവാചകരെ, സത്യം വന്നു, സത്യം വന്നു, അസത്യം തകർന്നു തരിപ്പണമായി, അത് തകരുക തന്നെ ചെയ്യും. മക്കാപത്തകിന്റെ പശ്ചാത്തലത്തിൽ പടച്ചറബ് പഠിപ്പിച്ചിരിക്കുന്ന ആയത്ത് ഞങ്ങൾ ഇപ്പോൾ ഏറ്റുപറയുന്നു. സത്യം കടന്നു വന്നു, അസത്യം തകർത്തു തരിപ്പണമായി, അത് തകർന്നുകൊണ്ടേയിരിക്കും. അതിനാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തോട് സ്നേഹമുള്ള, താല്പര്യമുള്ള ഈ ഒരു പ്രസ്ഥാനം നിലനിൽക്കണമെന്ന്, നവോത്ഥാനത്തിന്റെ ചരിത്രം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകന്മാർ അപ്പുറത്തെവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് ആലോചിക്കുവാൻ സമയമായിട്ടുണ്ട്. അവർക്ക് തിരിച്ചു വരുവാൻ സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഓരോന്നും തിരിച്ചടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പള്ളി പൊടിക്കലും അതുപോലെ മദ്രസ പൂട്ടിക്കലും അധ്യാപകന്മാരെ കയ്യേറ്റം ചെയ്യലും, അങ്ങനെ എന്തെല്ലാം, എത്രത്തോളം നമ്മുടെ ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബും അതുപോലെ കുറച്ച് ആളുകളും ചേർന്ന് ഈ മഞ്ചേരിയിൽ സ്ഥാപിച്ചിരിക്കുന്ന നോബൽ പബ്ലിക് സ്കൂൾ ഒരു യോഗത്തിൽ ചില ആളുകൾ അതിന്റെ മിനുസ് തട്ടിപ്പറിച്ചോടുകയും അത് പൂട്ടുന്നതിന്റെ വക്കിലെത്തുകയും ചെയ്തപ്പോ അതിനെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന പിതാവ് ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു, നമ്മളാണത് വളർത്തിക്കൊണ്ടുവന്നത്, നമ്മളാണ് അതിനെ പരിപോഷിപ്പിച്ചത്, അതുകൊണ്ട് നമ്മളെ കാരണത്താൽ ആ സ്ഥാപനം നശിക്കരുത്. അദ്ദേഹം ഇറങ്ങിപ്പോന്നു. ഇറങ്ങിപ്പോരുമ്പോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു കരാർ, ആ കരാറ് പ്രകാരം ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബിന് ഇവർ നൽകാമെന്നെത്തിയിരിക്കുന്ന 4.5 ലക്ഷത്തോളം രൂപ 5 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും കൊടുത്തിട്ടില്ല. വിശ്വാസവഞ്ചന അത് മുഖമുദ്രയാക്കി മാറ്റിയിരിക്കുന്ന ആളുകൾ, വിശ്വാസവഞ്ചന മുഖമുദ്രയാക്കിയിരിക്കുന്ന ആളുകൾ എല്ലാ രംഗത്തും. എവിടെയാണ് നിങ്ങൾ വാക്ക് പാലിച്ചത്? വാക്ക് പാലിക്കണമെന്ന വല്ല ധാരണയും എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അന്ന് 99 പ്രശ്നങ്ങൾക്ക് ശേഷം 2000 രൂപീകരിക്കപ്പെടുന്ന KNMന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് മുതൽ നിങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്ന വിശ്വാസവഞ്ചന, ഓരോന്നും തിരിച്ചുകുത്തുക, ഓരോന്നും തിരിഞ്ഞടിക്കുക. മനസ്സിലായല്ലോ? അന്ന് നിങ്ങൾ ISMന്റെ എക്സിക്യൂട്ടീവിനെ വീക്ഷിക്കാൻ വന്നിരുന്നു. KNMനെ അനുകൂലിക്കുന്ന TPIയും APIയും ആദരിക്കുന്ന ഒരു 5 പ്രവർത്തകന്മാർ ISMന് കിട്ടുമോ എന്ന് നോക്കാൻ. പക്ഷേ ISM പ്രവർത്തകന്മാർ ആദർശത്തിന്റെ വക്താക്കളായതുകൊണ്ട് KNMനെ അനുസരിച്ചും അംഗീകരിച്ച് മുന്നോട്ട് പോയി. എന്നിട്ടും അരിശം തീരാതെ അവരെ പിരിച്ചുവിട്ടിരിക്കുന്ന ആളുകൾ ഇപ്പോ സ്വന്തം ISMന്റെ സംസ്ഥാന കൗൺസിൽ നടക്കുമ്പോ ചെന്ന് കെഞ്ചുകയാണ്, നിങ്ങൾ ജിന്ന് ബാധിക്കാത്ത, സിഹിർ ബാധിക്കാത്ത, മാരണം ബാധിക്കാത്ത, കണ്ണേറ് ബാധിക്കാത്ത ഒരു 4 പ്രവർത്തകന്മാരെ ISMലേക്ക് എടുക്കണം, ഞങ്ങളുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു 4 ആളുകളെ ISMലേക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്, കരഞ്ഞു പറയുകയാണ്. എല്ലാം MSMന്റെ കഥ എടുക്കാനില്ല, അടുത്ത തലമുറ എന്നതൊന്നും ചിന്തിക്കാനില്ല. മനസ്സിലായല്ലോ? ഏതാണ്ട് എല്ലാം കഴിഞ്ഞു. പെണ്ണുങ്ങളെ പേര് നിർത്തുകയും ചെയ്തു, കുട്ടികൾ മുഴുവനും കോലം കെട്ടുകയും ചെയ്തു. നിർവാഹമില്ല, ഇഞ്ഞുണ്ടാവില്ലല്ലോ. നിങ്ങൾക്ക് വേറെ ISM ഉണ്ടാകണ്ടോ? ഇല്ല. യഥാർത്ഥ ISMനെ പിരിച്ചുവിട്ടു. എന്നിട്ട് വേറെ കുറച്ച് ആൾക്കാരെ ദത്തുപുത്രന്മാരായി എടുത്തു. അത് തലേ കയറി. ഇപ്പൊ എന്താ അവസ്ഥ? അതിനെ നേരത്തെ പിരിച്ചുവിട്ടു, ഇത് സ്വയം പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇനി എന്തു ചെയ്യണം? ഞാനതാ പറഞ്ഞത്, പിന്നിലേക്ക് നോക്കിയാൽ ഇരുട്ട്, മുന്നിലോ പാതാളം. ഇരു പാർശ്വങ്ങളിലും ദ്രംഷ്ടജീവികൾ, രക്ഷയില്ലാതെ ഗതികിട്ട പ്രേതങ്ങളായി അലഞ്ഞു തിരിയുന്ന അവസ്ഥയിലേക്ക് നേതാക്കന്മാർ മാറുമ്പോ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ താല്പര്യമുള്ള, അതിനോട് സ്നേഹമുള്ള, അതിനോട് ആത്മാർത്ഥതയുള്ള, അതിനോട് കൂറു പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ നവോത്ഥാന ചരിത്രം ഇനിയും നൂറ്റാണ്ടുകൾ ആ ചരിത്രം അതുപോലെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ അപ്പുറത്തുണ്ടെങ്കിൽ അവർക്ക് മറിച്ചു ചിന്തിക്കുവാൻ ഈ തിരിച്ചടികൾ കാരണമാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്, ഏത് സന്ദർഭങ്ങളിലും തിരിച്ചടികൾ തിരിച്ചടിവായി മാറിയില്ലെങ്കിൽ അതിനേക്കാൾ വലിയ അപകടങ്ങൾ വന്നു ചേരുമെന്ന ആ ഒരറിവ് ഉണ്ടാകണമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് എന്ന് നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങി പറയുകയാണ്. ഓരോ പ്രവർത്തകന്മാരും
നാടുകളിലേക്ക് ഇറങ്ങുകയാണ്. വീട് വീടാന്തരം കയറിയിറങ്ങി ഓരോ പ്രദേശങ്ങളിലും തൗഹീദിന്റെ ശബ്ദമെത്തിക്കുകയും ഈ തൗഹീദ് തകർക്കുവാൻ ശ്രമിച്ചവരുടെ തരിനിറങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇതിന്റെ പ്രവർത്തകന്മാർ, ഇതിന്റെ പണ്ഡിതന്മാർ വിശ്രമമില്ലാതെ ഊണുമുറക്കുമില്ലാതെ നിരന്തരമായി പ്രവർത്തന രംഗത്ത് സജീവമാകുമ്പോ എല്ലാവരും ഒത്തൊരുമിച്ച് കൈപിടിച്ച് കൈകോർത്ത് പിടിച്ച് ഈ തൗഹീദി പ്രബോധന രംഗത്ത് സജ്ജരായി സജീവരായി മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മളിത് വിട പറഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ പ്രമുഖരായ പണ്ഡിതന്മാർക്ക്, നേതാക്കന്മാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകന്മാർ, സുഹൃത്തുക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ എല്ലാവരുടെയും പാപങ്ങളെ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കണമേ. രോഗം കൊണ്ട് മറ്റുമൊക്കെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൂരീകരിച്ച് അവർക്ക് സൗഖ്യവും സമാധാനവും ആഫിയത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, സത്യദീനിന്റെ പാതയിൽ തൗഹീദിന്റെ വെള്ളി വെളിച്ചവുമായി വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെ കഠിനാധ്വാനം ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വിള്ളലില്ലാതെ, വിളർച്ചയില്ലാതെ, കൈത്തരിപ്പില്ലാതെ കൃത്യമായി അടിയുറച്ചു നിന്ന് ഈ തൗഹീദി പ്രബോധന രംഗത്ത് ശക്തമായി മുന്നേറുവാനും ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക്, ഞങ്ങളുടെ മുതിർന്ന പണ്ഡിതന്മാർക്ക്, ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് ശക്തിയും കഴിവും ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, പരലോകത്ത് നിന്നെ കണ്ടുമുട്ടുമ്പോ സമാധാനത്തോടെ ശാന്തമായും ആ സ്വർഗത്തിലണയാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുമ്മ ഹയ്യനാ അലൽ കിതാബി വസ്സുന്ന വഅമത്നാ മഅൽ ഈമാനി വത്തൗബ വതവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة مع الابرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واخر دعوانا ان الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.